عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على سيدنا ونبينا وحبيبنا محمد صلى الله عليه وآله وأصحابه وسلم رحمة للعالمين، وعلى آله وأصحابه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما أرسلناك إلا رحمة للعالمين. صدق الله العظيم. من تمسك بسنتي عند فساد أمتي له أجر 100 شهيد. صدق الرسول الكريم المصطفى صلى الله عليه وآله وأصحابه وسلم. اللهم صل وسلم وبارك على سيدي ونبيي وحبيبي محمد وعلى آله وأصحابه الممجدين. അനർഘമായ സദസ്സിൽ നാം സമ്മേളിച്ചിരിക്കുകയാണ്. അനുഗ്രഹീതമായ ഈ സന്ദർഭത്തിൽ നാം പുണ്യ റസൂലിന്റെ സന്നിധിയിലേക്ക് ആഗമനം കൊണ്ടിരിക്കുകയാണ്. സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലം. എത്രമാത്രം പവിത്രമാണ് ഈ സന്ദർഭം, എത്രമാത്രം പരമപ്രധാനമാണ് ഈ സംഗമം. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ പെയ്തിറങ്ങുന്ന ഒരു സദസ്സ്, ദോഷങ്ങൾ പൊറുക്കപ്പെടുന്ന ഒരു സദസ്സ്, അഭീഷ്ടങ്ങളും ആഗ്രഹങ്ങളും സാധ്യമാകുന്ന നിറവേറ്റപ്പെടുന്നൊരു സദസ്സ്, ഓരോ തേട്ടവും നേട്ടമായി നമ്മുടെ മടിത്തട്ടിൽ നക്ഷത്രമായി വന്ന് വീഴുന്ന സദസ്സ്, പരിശുദ്ധ റസൂലിന്റെ ഓർമ്മകളിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അനുഗ്രഹീതമേ ഈ സദസ്സ്, അനർഘമേ, അനന്യസാധാരണമേ, അനവദ്യ സുന്ദരമേ ഈ മുഹൂർത്തം. കാലത്തിന്റെ ഒരു തുള്ളി പോലെ നാം ഭൂമിയിൽ വന്നു. ഏതോ ഒരു നിമിഷത്തിൽ നാം പിറവി കൊണ്ടു. നമ്മുടെ അറിവുകൊണ്ടോ നമ്മുടെ തീരുമാനപ്രകാരമോ അല്ല, തീർത്തും അല്ലാഹുവിന്റെ നിർണയപ്രകാരം നാം ഈ ഭൂമുഖത്ത് ജന്മമെടുത്തു. അല്ലാഹുവിന്റെ നിശ്ചയപ്രകാരം ഏതോ ഒരു പ്രദേശത്ത് ഏതോ മാതാപിതാക്കളുടെ സന്തതിയായി നാം ഈ ഭൂമുഖത്ത് ഭൂജാതരായി വന്നിരിക്കുകയാണ്. ഇനി എണ്ണപ്പെട്ട രാപ്പകലുകൾ, എണ്ണപ്പെട്ട ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളും ആയുസിന്റെ മരത്തിൽ നിന്ന് ഇല പൊഴിഞ്ഞു പോകുന്ന പോലെ പൊഴിഞ്ഞു പോകുമ്പോ നാം നമ്മുടെ മരണത്തിലേക്ക് അടുത്തു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ജീവിതത്തെ നന്നാക്കണം, ജീവിതത്തെ സംസ്കരിക്കണം, ശുദ്ധീകരിക്കണം. ഏകനായ സർവശക്തനായ അല്ലാഹുവിന്റെ വിധിവിലക്കുകൾക്കനുസൃതമായി നമ്മുടെ ജീവിതത്തെ പുതുക്കിപ്പണിയണം. കൂടുതൽ ഉദാത്തമാക്കി, കൂടുതൽ ഉത്കൃഷ്ടമാക്കി, കൂടുതൽ ഉന്നതമാക്കി നമ്മുടെ ജീവിതത്തെ അഴിച്ചു പണിയണം, പുതുക്കിപ്പണിയണം. ലോകം മുഴുവൻ സമാധാനമുള്ള ഒരു ഇടമാക്കണമെന്ന് പുണ്യ റസൂൽ മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിച്ചു. സമാധാനമുള്ള മനുഷ്യരെ സൃഷ്ടിച്ചുകൊണ്ട് അവിടുന്ന് ഈ ഭൂമുഖത്തോട് വിട പറഞ്ഞു പോയി. പക്ഷേ ലോകമെങ്ങും സമാധാനം ഛിദ്രമാക്കപ്പെടുമ്പോ, ലോകമെങ്ങും ശിഥിലീകരണങ്ങൾ സംഭവിക്കുമ്പോ, ഓമന പൈതങ്ങൾ വേട്ടയാടപ്പെടുമ്പോ,
അബലകളായ സ്ത്രീകളും വേട്ടയാടപ്പെടുമ്പോ, ദുർബലർ ഇരകളാക്കപ്പെടുമ്പോ ലോകത്തിന്റെ ആത്മാവ് ആ വ്യക്തിത്വത്തിലേക്ക് തിരിയുകയാണ്. മുഹമ്മദുൻ മുഹമ്മദുൻ മുഹമ്മദൂ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മനുഷ്യ സ്നേഹം ലോകത്തെങ്ങും പരത്തണം. ഗ്രാമങ്ങളിൽ, നഗരങ്ങളിൽ, തെരുവുകളിൽ കുഞ്ഞുങ്ങൾക്ക് മനുഷ്യ സ്നേഹത്തിന്റെ അനുഭവങ്ങൾ ഉണ്ടാകണം. കുഞ്ഞുങ്ങളെ മാറോട് ചേർക്കണം. അവരെ വെടിയുണ്ടകൾക്കിരയാക്കുന്ന ഭീകരമായ യുദ്ധക്കെടുതികളിൽ നിന്ന്, നിരപരാധികൾ വേട്ടയാടപ്പെടുന്ന ദുരവസ്ഥയിൽ നിന്ന് എന്നാണ് ഈ ലോകത്തിനൊരു മോചനമുണ്ടാവുക? മതത്തിനും സമുദായത്തിനും കക്ഷി രാഷ്ട്രീയങ്ങൾക്കും അപ്പുറത്താണ് മാനവൻ, മനുഷ്യൻ. അവനെ ബഹുമാനിക്കണം, അവന്റെ ജീവനെ ആദരിക്കണം. ഒരു നിലയിലും അവനെ ഉപദ്രവിക്കരുത്. ദൈവത്തിന്റെ പ്രീതി നേടാൻ നീ ആഗ്രഹിക്കുന്നുവോ എങ്കിൽ നീ മനുഷ്യനെ സ്നേഹിക്കണമെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ പഠിപ്പിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. മനുഷ്യനെ നിന്ദിച്ചുകൊണ്ട് ഒരു രീതിയിലും നിനക്ക് ദൈവപ്രീതി കരസ്ഥമാക്കാനാവില്ലെന്ന് പഠിപ്പിച്ചു. ഏറ്റവും വലുത് മനുഷ്യത്വമാണെന്ന് പഠിപ്പിച്ചു. മതത്തിന് 2 മുഖങ്ങൾ പുണ്യ റസൂൽ പ്രദാനം ചെയ്തു സല്ലല്ലാഹു അലൈഹി വസല്ലം. മതമെന്ന് പറയുന്ന ഈ ഉത്കൃഷ്ടമായ, ഉദാത്തമായ, അനർഘമായ ആശയ സംഹിതക്ക് 2 മുഖങ്ങളുണ്ട്. ഒരു മുഖം ദൈവത്തിലേക്ക് തിരിച്ചു പിടിച്ചതാണെങ്കിൽ മറ്റൊരു മുഖം മാനവരാശിയിലേക്ക്, പ്രകൃതിയിലേക്ക്, പ്രപഞ്ചത്തിലേക്ക്, സഹജീവികളിലേക്ക്, ഓരോ അണുവിലേക്ക്, പ്രപഞ്ചത്തിന്റെ തരുവിലേക്ക് തിരിച്ചു പിടിച്ചതാണ്. അതിനോട് നീ ചേർന്ന് നിൽക്കണം മാനവ. മനുഷ്യനെ സ്നേഹിക്കണം നീ മാനവ. നീ ഒരു മനുഷ്യനെയും ഉപദ്രവിക്കരുത്. നീ ക്രൂരനാകരുത്. നീ ഭൂമിയിൽ കുഴപ്പം സൃഷ്ടിക്കരുത്. നീ ഭൂമിയിൽ ഒരിക്കലും അരാജകത്വത്തിന്റെ പ്രതിനിധിയാകരുത്. നീ ഭൂമിയിൽ സ്നേഹത്തിന്റെ തണൽ മരമാകണം. നീ എല്ലാവരെയും ഉള്ളഴിഞ്ഞ് സ്നേഹിക്കണം. കുടുംബത്തെ സ്നേഹത്തിൽ സ്ഥാപിക്കണം. രാഷ്ട്രങ്ങളെ മനുഷ്യ സ്നേഹത്തിൽ ബന്ധിപ്പിക്കണം. വ്യക്തിയുടെ ഉള്ളിൽ സമാധാനമില്ലാതെ വന്നാൽ അവൻ ക്രൂരനാകും. 1938 ജനുവരി 1 ഓൾ ഇന്ത്യ റേഡിയോയിലൂടെ ഡോക്ടർ സർ മുഹമ്മദ് ഇക്ബാൽ ഒരു റേഡിയോ പ്രഭാഷണം നടത്തി. 1938 ജനുവരി 1 അന്ന് അദ്ദേഹം ലോകത്തോട് പറഞ്ഞു, ലോകരാജ്യങ്ങൾ ഭരിക്കുന്നവർക്ക് മനുഷ്യത്വമുണ്ടാകണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കേണ്ട സമയമാണിതെന്ന്. 938 കഴിഞ്ഞ് വർഷങ്ങൾ ഒരുപാട് കടന്നുപോയി. നൂറ്റാണ്ടിന്റെ പകുതിയോളം കടന്നുപോയി. എന്നിട്ട് നമ്മൾ ഇന്ന് അതേ പ്രാർത്ഥന ഉരുവിടേണ്ടി വരുന്നു. ലോകത്തെ നയിക്കുന്നവർക്ക് മനുഷ്യത്വം ഉണ്ടാകട്ടെ. തോക്കിൻ കുഴലിൽ നിന്ന്, ബോംബിന്റെ പാതകങ്ങളിൽ നിന്ന്, ഓമന മക്കളുടെ നെഞ്ചകം പിളർത്തുന്ന കൊടും കാടത്തങ്ങളിൽ നിന്ന് മനുഷ്യ സമുദായത്തിനൊരു മോചനം, മാനവരാശിക്കൊരു മോചനം. അതിന് മാനവിക മൂല്യങ്ങളെ, നൈതിക മൂല്യങ്ങളെ സ്ഥാപിക്കണം. അതിനാണ് വന്നത്. വമാ അർസൽനാക ഇല്ലാ റഹ്മതൽ ലിൽ ആലമീൻ. മുഴു ലോകങ്ങൾക്കും കാരുണ്യമായിട്ടല്ലാതെ, കരുണ കരുണ കരുണ. ഖുർആൻ ഒരാവർത്തി വായിച്ചു നോക്കൂ, ഖുർആൻ ഒരാവർത്തി പഠിച്ചു നോക്കൂ, ഖുർആൻ ഒരാവർത്തി പാരായണം ചെയ്തു നോക്കൂ. അടിമുടി മുഴങ്ങുന്നൊരു വാക്കുണ്ടെങ്കിൽ കരുണ കരുണ. കാരുണ്യമേ കാരുണ്യമേ, കരുണ കാണിക്കണമേ മാനവ. നീ കരുണയുള്ളവനാകണമേ. ദൈവം കാരുണ്യവാനാണെങ്കിൽ ആ ദൈവത്തിന്റെ സൃഷ്ടിയായ നീയും കരുണയുടെ പ്രതിനിധി
പ്രതിനിധിയും പ്രതീകവും പ്രതിരൂപവും പ്രതിപുരുഷനും പ്രതിസ്പന്ദവും പ്രതിച്ഛായയും പ്രതിസ്വരവുമായി നീ മാറണമെങ്കിൽ മാനവാ നീ കരുണയെ നിന്റെ ഹൃദയത്തിൽ സ്ഥാപിക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ നിരന്തരം ഉദ്ബോധനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഒരു തവണ പാരായണം ചെയ്യുമ്പോൾ 2 തവണയാണ് കരുണയെ പരാമർശിച്ചത്. പരമകാരുണികനും കരുണാനിധിയുമായ ദയാപരനും ദയാനിധിയുമായ അല്ലാഹുവിന്റെ തിരുനാമത്തിൽ, അല്ലാഹുവിന് വേറെ എത്രയോ നാമധേയങ്ങളുണ്ട്, അസ്മാഉൽ ഹുസ്നയുണ്ട്. എന്നിട്ടും ഖുർആൻ ഓരോ അധ്യായത്തിന്റെ തലപ്പത്ത് സൂറത്തു തൗബ എന്ന ഒറ്റ അധ്യായമൊഴികെ മറ്റ് സകല അധ്യായങ്ങളുടെയും പ്രാരംഭ സൂക്തമായിട്ട് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അങ്ങേയറ്റം കരുണ ചെയ്യുന്ന ദൈവത്തിന്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു. കരുണയില്ലെങ്കിൽ ഓമന പൈതങ്ങളുടെ നെഞ്ചകം പിളർത്തപ്പെടും. എവിടെയൊക്കെ കാരുണ്യത്തിന് വേണ്ടി തേടുന്നുവോ അവിടെ മുഴുവൻ ഓർക്കപ്പെടുകയാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമുക്ക് സ്നേഹം കൊണ്ട് ജീവിതത്തെ ശക്തിപ്പെടുത്തണം. പണം കൊണ്ട് നേടാൻ കഴിയാത്ത പലതും ഈ ജീവിതത്തിലുണ്ടെന്ന് തിരിച്ചറിയണം. പണത്തിന്റെ പൊളപ്പിൽ ജീവിതത്തെ അമ്മാനമാടുന്നവനെ നീ നിന്റെ മനസ്സിൽ വഹിക്കണം. നിന്റെ പണം നൈമിഷികമാണ്. നിന്റെ പണം കൊണ്ട് നേടാൻ കഴിയാത്ത നേട്ടങ്ങളുണ്ട്, ജീവിത നന്മകളുണ്ട്, ജീവിത സുഹൃതങ്ങളുണ്ട്. അതിനെ നീ തിരിച്ചു പിടിക്കണം. അല്ലാമാ ഇഖ്ബാൽ നഗരിയിൽ അല്ലാമാ ഇഖ്ബാലിന്റെ വാക്കുകളിലൂടെ നാം പുണ്യ റസൂലിന്റെ ഉദ്യാനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ സ്നേഹം കൊണ്ട് താഴ്ന്നതിനെ മുഴുവൻ നിങ്ങൾ ഉയർത്തുക. ഏതൊക്കെ താഴ്ന്നു കിടക്കുന്നുവോ അതിനെ മുഴുവൻ ഉയരത്തിലേക്ക് കൊണ്ടുവരാൻ, ഏതൊക്കെ താഴ്ചകളുണ്ടോ ഈ പ്രപഞ്ചത്തിലും പ്രകൃതിയിലും ഭുവനത്തിലും ലോകത്തിലും അതിനെ മുഴുവൻ ഉത്കൃഷ്ടമാക്കാൻ ഒരേ ഒരു മാർഗം, ഒരേ ഒരു തത്വം, അത് സ്നേഹമാണ്. इश्क से हर पस्त को बाला कर दे. നീ സ്നേഹത്തിന്റെ ശക്തി കൊണ്ട് താഴ്ന്നതിനെ മുഴുവൻ എഴുന്നേൽപ്പിക്കുക. ദഹർ മേ ഇസ്മെ മുഹമ്മദ് സേ ഉജാല കർ ദേ. ഈ പ്രപഞ്ചത്തെ മുഴുവൻ മുഹമ്മദിന്റെ പേരുകൊണ്ട് നീ പ്രകാശിപ്പിക്കുക. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു. കേട്ട് മറക്കാനുള്ളതല്ല. അല്ലാമാ ഇഖ്ബാലിന്റെ 2ാമത്തെ വരി ദഹർ മേ ഇസ്മെ മുഹമ്മദ് സേ ഉജാല കർ ദേ. പ്രപഞ്ചത്തെ മുഴുവൻ മുഹമ്മദിന്റെ പേരുകൊണ്ട് നീ പ്രകാശിപ്പിക്കുക. സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകം മുഴുവൻ പ്രകാശിപ്പിക്കാനുള്ള കരുത്ത് ആ അക്ഷരങ്ങൾക്കുണ്ട്. മുഹമ്മദുൻ മുഹമ്മദുൻ മുഹമ്മദു സല്ലല്ലാഹു അലാ മുഹമ്മദ്. यहाँ दिखा दे ए तस्वुर फिर वो सुबह शाम तू. यहाँ दिखा दे ए तस्वुर फिर वो सुबह शाम तू. दौड़ पीछे की तरफ, दौड़ पीछे की तरफ, ये गर्दिशे अय्याम तू. यहाँ दिखा दे. ഒന്നും കൂടി കാട്ടിത്തരുമോ ആ പ്രഭാതവും ആ പ്രദോഷവും, പുണ്യനബി ജീവിച്ചിരുന്ന കാലത്തെ രാവിലെയും വൈകുന്നേരവും ഒന്നുകൂടി കാട്ടിത്തരുമോ? യഹാൻ ദിഖാദേ ഏ തസവ്വുർ ഫിർ വ സുബ്ഹോ ശാം തൂ. ദൗഡ് പീച്ചേ കീ തറഫ്. പുരോഗതിക്ക് വേണ്ടി പലർക്കും ഓടേണ്ടത് മുമ്പിലേക്കായിരിക്കുമെങ്കിൽ
നമുക്ക് പുരോഗതിക്ക് വേണ്ടി ഓടേണ്ടത്. ഈ സദസ്സിൽ ഞാൻ യുവാക്കളെ കണ്ടുമുട്ടുന്നു. 99% ചെറുപ്പക്കാർ ഇത്തരം സദസ്സിലടിയുമ്പോ അള്ളാഹു ഈ വിനീതന് നൽകിയ ഭാഗ്യങ്ങളിൽപ്പെട്ട വലിയ ഭാഗ്യം പുണ്യ റസൂലിനെ പറ്റി പറയാൻ തെരഞ്ഞെടുക്കപ്പെട്ടത് മഹാഭാഗ്യം. സല്ലല്ലാഹു അലൈഹി വസല്ലം പുണ്യ റസൂലിനെ പറ്റി 4 വാക്ക് പറയാൻ എഴുന്നേറ്റ് നിൽക്കുമ്പോ തേനിലേക്ക് കുറുമ്പ് ചാലിട്ട് വരുന്ന പോലെ അധികവും ഒഴുകിയെത്തുന്നത് യുവതയാണ്, യുവാക്കളുടെ പ്രവാഹമാണ്. അതിന് പ്രത്യേകം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ആ ചെറുപ്പക്കാരുടെ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ഞാൻ പറയട്ടെ, ചില ആളുകൾക്ക് പുരോഗതി ലഭിക്കാൻ വേണ്ടി ഓടേണ്ടത് മുന്നോട്ടായിരിക്കാം, പക്ഷേ നീ പിന്നോട്ടോടണം. പുരോഗതി വേണമോ, അന്തസ് വേണമോ, യശസ് വേണമോ, അഭിമാനം വേണമോ? ദൗഡ് പീछे की तरफ एक गर्दिशे अय्याम तू. ദിവസങ്ങളുടെ ചംക്രമണമേ, വർഷങ്ങളുടെ ചംക്രമണമേ, ആയുസിന്റെ തിരയോട്ടമേ, ആയുസിന്റെ മരത്തിലെ വർഷങ്ങളുടെ സംക്രമണമേ, നീ പിറകോട്ടോടൂ. എന്നിട്ട് ആ പ്രഭാതത്തെ തിരിച്ചു കൊണ്ടുവരൂ, ആ പ്രദോഷത്തെ തിരിച്ചു കൊണ്ടുവരൂ. പരിശുദ്ധ റസൂലിന്റെ പ്രഭാതം, മദീനയിലെ പ്രഭാതം. സല്ലല്ലാഹു അലാ മുഹമ്മദ്. अजब रंग पर है बहारे मदीना, अजब रंग पर है बहारे मदीना. मदीना मदीना മദീന മദീന. അത്ഭുതകരമായ വർണ്ണത്തിലല്ലയോ മദീന നഗരി? സകല നന്മയുടെയും തലസ്ഥാനം മദീനയല്ലയോ? സകല സുഹൃതങ്ങളുടെയും അടിസ്ഥാനവും മദീനയല്ലയോ? അജബ് രംഗ് പർ ഹേ ബഹാറേ മദീന, മദീന 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 മദീന. के सब जन्नती है നിസാരേ മദീന. മദീനയിൽ അർപ്പിക്കപ്പെട്ടവരെല്ലാം സ്വർഗത്തിലേക്കുള്ളവരാണ്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. രഗേ ഗുൽ की जब ताजगी देखता हूँ मुझे याद आता हूँ ഖാറേ മദീന. ഒരു പൂവിന്റെ മനോഹരമായ മൃദുലമായ അതിന്റെ കോമളത്വം കാണുമ്പോൾ ഞാൻ മദീനയിലെ മുള്ളുകൾ ഓർക്കുകയാണ്. മദീനയിലെ മുള്ളു പോലും ഈ പൂവിനേക്കാൾ കോമളമാണ്. അജബ് രംഗ് പൾ ഹേ ബഹാറേ മദീന, മദീന 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 മദീന. മലായിക लगाते हैं, मलाइक लगाते हैं आँखों में अपनी, शब रोज आके फजाए मदीना, शब रोज आके ഫസായെ മദീന. മലായികത്ത് പോലും അവരുടെ കണ്ണിനോട് ചേർത്ത് വെക്കുകയാണ് രാപ്പകൽ മദീന പട്ടണം. ഓരോ സമയത്തും റൗള ശരീഫിൽ ഇറങ്ങുന്നത് എണ്ണിക്കണക്കാക്കാൻ കഴിയാത്ത മലക്കുകളാണ്. പരിശുദ്ധ റസൂലിന്റെ റൗളയിലേക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നത്തെ ലോകത്ത് എന്തിന്റെ പോരായ്മയാണ്? മാനം മുട്ടുന്ന കെട്ടിടങ്ങളുണ്ട്, ശാസ്ത്ര സാങ്കേതിക സൗകര്യങ്ങളുണ്ട്, ജീവിതത്തിന്റെ പുത്തൻ കണ്ടുപിടുത്തങ്ങളുണ്ട്, ജീവിതത്തെ സുഖ സൗകര്യ സമ്പൂർണമാക്കാനുള്ള ഒട്ടേറെ രീതി വിശേഷങ്ങൾ അവരുടെ കൈവശമുണ്ട്. സ്നേഹവും കരുണയുമില്ല, സഹജീവിയെ സ്നേഹിക്കാനറിയില്ല, കുടുംബം നയിക്കുന്ന പിതാവിന് മക്കളെ സ്നേഹിക്കാനറിയില്ല. കേരളത്തിൽ ഒരു സ്ത്രീ അടുത്ത കാലത്ത് ഭർത്താവിനെ കൊന്നിട്ട് കാല് തൊട്ടു നോക്കി ഇയാൾ യഥാർത്ഥത്തിൽ ചത്തുപോയിട്ടുണ്ടോ എന്ന് നിങ്ങളും ഞാനും പാർക്കുന്ന ഈ കേരളക്കരയിൽ
കാരുണ്യമില്ല. ഒരു ഭർത്താവ് തന്റെ ഭാര്യയെയും മക്കളെയും പറഞ്ഞ് വിശ്വസിപ്പിച്ചു, നമുക്ക് ആത്മഹത്യ ചെയ്യാം. ജീവിത പ്രയാസങ്ങളിൽ നിന്ന് ഭാര്യയെ വിളിച്ചു, മക്കളെ വിളിച്ചിട്ട് പറഞ്ഞു, നമുക്ക് ആത്മഹത്യ ചെയ്യാം. ഭാര്യയെ കൊന്നു, 17 വയസ്സുള്ള മകളെ കൊന്നു, 2 മക്കളെ ജനവാതിലിന്റെ കമ്പികളിലേക്ക് ചേർത്ത് വെച്ച് കയറ് കെട്ടിയിട്ട് കൊന്നു. അവസാനം അയാൾ ആത്മഹത്യ ചെയ്യാതെ ജീവിക്കുകയും ചെയ്തു. ഓമന പൈതങ്ങളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു, മക്കളെ നമുക്ക് ആത്മഹത്യ ചെയ്യാം. ഭാര്യയെയും മക്കളെയും വെള്ളത്തിൽ കെട്ടിത്താഴ്ത്തിയിട്ട് ഒരു കുട്ടിയുടെ മേലെ കാല് വെച്ചിട്ട് രണ്ടാമത്തെ കുട്ടിയെ താഴ്ത്തിയത് ഈ മലപ്പുറം ജില്ലയിലാണ്. അതുകൊണ്ട് നിങ്ങളൊന്ന് മനസ്സിരുത്തണം, നിങ്ങളുടെ പണക്കൂമ്പാരങ്ങൾ നിങ്ങളെ രക്ഷിക്കില്ല, നിങ്ങളുടെ ഭൗതിക വിഭവങ്ങൾ നിങ്ങളെ രക്ഷിക്കില്ല. കരുണയും സ്നേഹവും മാത്രമേ മനുഷ്യനെ രക്ഷിക്കുകയുള്ളൂ. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. നബിയെ മുഴു ലോകങ്ങൾക്കും കാരുണ്യമായിട്ടല്ലാതെ അങ്ങയെ നാം നിയോഗിച്ചിട്ടില്ല. ഈ ആയത്തിനെ പറ്റി ഒരു ചെറിയ വിശകലനം. അർസൽനാ എന്നാണ് പറഞ്ഞത്, നമ്മൾ നിയോഗിച്ചിട്ടില്ല, ഞാൻ നിയോഗിച്ചിട്ടില്ലെന്ന് പറയുന്നതിന് പകരം നാം നിയോഗിച്ചിട്ടില്ലെന്ന ബഹുവചനമാണ് അള്ളാഹു പ്രയോഗിച്ചത്. കാരണം ഗൗരവം കൊടുക്കാൻ, ഗാംഭീര്യം കൊടുക്കാൻ നബിയെ നമ്മൾ നിങ്ങളെ പറഞ്ഞയച്ചത് റഹ്മത്തായിട്ടാണ്. സല്ലല്ലാഹു അലൈഹി വമാ അർസൽനാ, ബഹുവചനത്തെ സൂചിപ്പിക്കുന്നു. നമ്മൾ അയച്ചിട്ടില്ല എന്നാ പറഞ്ഞത്, ഞാൻ അയച്ചിട്ടില്ല എന്നല്ല അള്ളാഹു പറഞ്ഞത്. ഗാംഭീര്യം കൊടുക്കാൻ, ഗൗരവം കൊടുക്കാൻ. പിന്നെ റഹ്മത്ത് എന്ന വാക്ക് പ്രയോഗിച്ചു. അത് അറബി ഭാഷയിലെ വ്യാകരണ ശാസ്ത്രത്തിൽ മസ്ദറാണ്. കരുണ, കാരുണ്യം, അനുഗ്രഹം. പക്ഷേ അർത്ഥം കൊണ്ടത് ഇസ്മു ഫായിലാണ്. അറബി ഭാഷയിലെ വ്യാകരണ ശാസ്ത്രം കൊണ്ട് അത് കർത്താവാണ്. അർത്ഥം കൊണ്ട് കരുണ ചെയ്യുന്നവൻ എന്ന അർത്ഥത്തിലാണ് കാരുണ്യം എന്ന് പ്രയോഗിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാരുണ്യമാണ് എന്ന് പറയുന്നതിന്റെ അർത്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരുണ പ്രവർത്തിക്കുന്ന വ്യക്തിത്വമാണ് എന്നാണ്. റഹ്മ, അതെന്തിനാ അങ്ങനെ ചെയ്തത്? എന്തിനാണ് മസ്ദർ പ്രയോഗിച്ചത്? കാരുണ്യവാനായി എന്നല്ലേ പറയേണ്ടിയിരുന്നത്? അതിന് പകരം കരുണയായി എന്നാണ് പറഞ്ഞത്. അല്ലെങ്കിൽ റഹീമായി, റഹ്മാനായി. റഹ്മാനും റഹീമും അള്ളാന്റെ സിഫത്താണ്. അത് റസൂലുള്ളാഹിക്ക് പ്രയോഗിക്കാൻ പറ്റുമോ എന്നത് കേൾക്കുന്നവർക്ക് സംശയം ഉണ്ടെങ്കിൽ ഞാൻ തിരുത്തണം. ഖുർആൻ അത് ചെയ്തിട്ടുണ്ട്. അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട 2 വാക്കുകളാണ് റഊഫും റഹീം. അത് റസൂലിന് അല്ലാഹു പ്രയോഗിച്ചിട്ടുണ്ട്. ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. ഈ നബി മുഅ്മിനീങ്ങളോട് റഊഫുമാണ് റഹീമുമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പ്രയോഗിച്ചിട്ടുണ്ട്. റഹ്മത്തായിട്ടാണ് നിയോഗിക്കപ്പെട്ടത്. അതെന്തിനാണെന്നറിയോ? അത് മുബാലഗ വരുത്താൻ. മുബാലഗ എന്ന് പറഞ്ഞാല് അതിന്റെ പാരമ്യം, കരുണയുടെ പാരമ്യം, കരുണയുടെ അങ്ങേയറ്റം. കാരുണ്യവാൻ എന്ന് പറഞ്ഞാൽ പരിമിതപ്പെട്ടു, അത് ലിമിറ്റഡായി. അതിനൊരു പരിധി. കരുണയായി, കാരുണ്യമായി എന്ന് പറയുമ്പോ അത് അങ്ങേയറ്റം വിശാലമായി. റബ്ബുൽ ആലമീനായ അല്ലാഹുവിന്റെ റസൂൽ റഹ്മത്തുൽ ലിൽ ആലമീനുമായി സല്ലല്ലാഹു അലാ മുഹമ്മദ്. ഒരു ലോകത്തിനല്ല, സകല ലോകങ്ങൾക്കും അനുഗ്രഹം എന്നാണ് പറഞ്ഞത്. സാധാരണ പ്രസംഗത്തിലൊക്കെ പലരും ലോകത്തിന്റെ അനുഗ്രഹമായി നബിയെ നിയോഗിച്ചു എന്നൊക്കെയാണ് പലരും പറയാം. പക്ഷെ ഖുർആനിൽ അങ്ങനെയല്ല ഉള്ളത്. റഹ്മത്തുൽ ലിൽ ആലം എന്നല്ല, റഹ്മത്തുൽ ലിൽ ആലമീൻ. ലോകങ്ങൾക്ക് അനുഗ്രഹമായി. ലോകമല്ലല്ലോ ഉള്ളത്, ലോകങ്ങളുണ്ടല്ലോ. മനുഷ്യരുടെ ലോകമുണ്ട്, മലക്കുകളുടെ ലോകമുണ്ട്, ജിന്നുകളുടെ ലോകമുണ്ട്, പ്രകൃതിയുടെ ഒരു ലോകമുണ്ട്, പുഴുക്കളുടെ ഒരു ലോകമുണ്ട്, പൂക്കളുടെ ഒരു ലോകമുണ്ട്, വൃക്ഷലതാദികളുടെ ഒരു ലോകമുണ്ട്, പക്ഷിമൃഗാദികളുടെ ഒരു ലോകമുണ്ട്, നക്ഷത്രങ്ങളുടെ എത്രയോ ലോകങ്ങളുണ്ട്. എത്ര ആകാശങ്ങളുണ്ട്, എത്ര ഗ്രഹങ്ങളുണ്ട്, എത്ര ഉപഗ്രഹങ്ങളുണ്ട്, എത്ര താരാപഥങ്ങളുണ്ട്, എത്ര ക്ഷീരപഥങ്ങളുണ്ട്. അവ ലോകമല്ല, ലോകങ്ങളുണ്ട്. മനുഷ്യർക്കിടയിൽ തന്നെ എത്ര ലോകങ്ങളുണ്ട്. തൊഴിലാളികളുടെ ലോകമുണ്ട്, മുതലാളികളുടെ ലോകമുണ്ട്,
സ്ത്രീകളുടെ ലോകമുണ്ട്, കുഞ്ഞുങ്ങളുടെ മറ്റൊരു ലോകമുണ്ട്, പണക്കാരുടെ ലോകമുണ്ട്, പണിക്കാരുടെ ലോകമുണ്ട്, പണ്ഡിതരുടെ ലോകമുണ്ട്, വിദ്യാർത്ഥികളുടെ ലോകമുണ്ട്. എത്രയെത്ര ലോകങ്ങളാണ് നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ. ഈ ലോകങ്ങൾക്ക് മുഴുവൻ അനുഗ്രഹമാണ് റഹ്മത്തുൽ ലിൽ ആലമീൻ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ്. കരുണ കരുണ കരുണ, അല്ലാഹു കരുണ, അവന്റെ ഖുർആൻ കരുണ, അവന്റെ റസൂൽ കരുണ, അവന്റെ മഴ കരുണ, അവന്റെ ഭൂമി കരുണ, അവന്റെ സൃഷ്ടിപ്പ് മുഴുവനും കരുണ. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, യുദ്ധത്തടവുകാരെ ഒന്നിച്ച് പാർക്കുന്ന ഒരു സ്ഥലത്തൂടെ പുണ്യ റസൂൽ കടന്നുപോയി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ യുദ്ധത്തടവുകാർക്കിടയിൽ ഒരു സ്ത്രീ കാണപ്പെട്ടു. ഏത് കുഞ്ഞിനെ കണ്ടാലും ആ സ്ത്രീ വാരിയെടുത്ത് മാറോട് ചേർത്ത് മുല കൊടുക്കും. ഏത് കുഞ്ഞിനെ കണ്ടാലും. ഇത് പരിശുദ്ധ നബിയുടെ കണ്ണുകളെ കരയിപ്പിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. സകല കുഞ്ഞുങ്ങളെയും കണ്ട് ഓരോ കുഞ്ഞിനെയും വാരിയെടുത്ത് മാറോട് ചേർത്ത് മുല കൊടുക്കുന്നത് കണ്ടപ്പോ നിറഞ്ഞ കണ്ണുകളോടെ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, നിങ്ങൾക്ക് തോന്നുന്നുവോ ഈ സ്ത്രീ തന്റെ ഈ മക്കളെ തീയിലേക്ക് വലിച്ചെറിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവോ? നിങ്ങൾക്ക് ഇങ്ങനെ വിചാരിക്കാൻ കഴിയുമോ? ഈ കുട്ടികളെ ഈ മാതാവ് തീയിലേക്ക് എറിയുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാനാകുമോ? സഹാബത്ത് പറഞ്ഞു, ഇല്ലേ ഇല്ല അല്ലാഹുവിന്റെ റസൂലേ, ഒരിക്കലുമില്ല. കാണുന്ന കുഞ്ഞുങ്ങളെ മുഴുവൻ വാരിയെടുത്ത് മാറോട് ചേർത്തുകൊണ്ട് അവർക്ക് മുല കൊടുക്കുന്ന ഈ മാതാവ് കുഞ്ഞുങ്ങളെ ഒരു നിലയിലും തീയിലേക്ക് വലിച്ചെറിയില്ല. എങ്കിൽ അതിലേറെ കാരുണ്യമാണ് അല്ലാഹുവിന് അവന്റെ സൃഷ്ടികളായ മനുഷ്യരോട്. ഖുർആൻ അടിക്കടി പറയുന്ന ഒരു വാക്കുണ്ട്, അല്ലാഹു ഒരാളോടും അന്യായം ചെയ്യില്ല. അല്ലാഹു ഒരാളോടും അന്യായമോ ദുൽമോ അക്രമോ ചെയ്യില്ല. അല്ലാഹു എപ്പോഴും ഉദ്ദേശിക്കുന്ന സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനാണ്. പക്ഷെ തീരുമാനിച്ചാൽ ഇപ്പൊ എന്ത് ചെയ്യും? ഒരാൾ നരകത്ത് പോയേ പറ്റും. എന്ത് ചെയ്യും? മദ്യപിക്കണമെന്നൊരുത്തൻ തീരുമാനിച്ചാൽ എന്ത് ചെയ്യും? വ്യഭിചരിക്കണമെന്നൊരുത്തൻ തീരുമാനിച്ചാൽ എന്ത് ചെയ്യും? അക്രമം പ്രവർത്തിക്കണമെന്നൊരാൾ തീരുമാനിച്ചാൽ എന്ത് ചെയ്യും? അവൻ തെരഞ്ഞെടുത്ത നരകത്തിന്റെ പാതയിലേക്ക് അവൻ സ്വയം കടന്നു പോവുകയാണ്. അത് പ്രാർത്ഥനയുടെ സദസ്സാണ്. ഇരിക്കുന്ന ഓരോ നിമിഷവും പ്രാർത്ഥനയാണ്. ദുആ തന്നെയാണ് ഈ ഇരുത്തം, ദുആ തന്നെയാണ് ഇന്ന് ഇങ്ങോട്ടുള്ള യാത്ര, ദുആ തന്നെയാണ് ഈ നിമിഷങ്ങൾ ഓരോന്നും, ദുആ തന്നെയാണ് ഈ മൗനം, ദുആ തന്നെയാണ് ഈ വാക്ക്, ദുആ തന്നെയാണ് ഈ സംസാരം, ദുആ തന്നെയാണ് ഈ കേൾവിയും. പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. നമ്മുടെ കയ്യിലുള്ള ഏറ്റവും ശക്തമായ ആയുധമല്ലയോ പ്രാർത്ഥന? ഫലസ്തീനിലെ ഓമന മക്കൾക്ക് വേണ്ടിയും നെഞ്ചുരുകി പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയെ തടുക്കുന്നൊരു ശക്തിയില്ല, പ്രാർത്ഥനയെ വെല്ലുന്ന ഒരു ലോകശക്തിയില്ല. ചില പ്രാർത്ഥനകൾ കാർമേഘങ്ങൾ കടന്ന് നേരെ അല്ലാഹുവിങ്കലേക്ക് ഉയർത്തപ്പെടും. മർദിദന്റെ പ്രാർത്ഥന നേരെ കാർമേഘങ്ങൾക്കിടയിലൂടെ ഗമാമിനെ അതികടന്നുകൊണ്ട് ഉയർന്ന് അല്ലാഹുവിന്റെ അടുക്കലേക്ക് എത്തും. അതിനും അല്ലാഹുവിനും ഇടയിൽ മറയില്ലെന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് ഗവർണറായിട്ട് നിയോഗിക്കുമ്പോൾ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദിന് ചില ഉപദേശങ്ങൾ നൽകി. ഒരു ഗവർണറെ, ഒരു ഭരണാധികാരിയെ അപ്പോയിന്റ് ചെയ്യുമ്പോൾ പുണ്യ റസൂൽ ഉപദേശങ്ങൾ നൽകി മുആദിനെ നിയോഗിക്കുകയാണ്. കൂട്ടത്തിൽ പറഞ്ഞു, പിന്നെ മുആദേ, നീ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അത് മർദിദന്റെ പ്രാർത്ഥനയാണ്. ദഅവത്തുൽ മദ്ലൂം,
മർദിതന്റെ പ്രാർത്ഥനയെ മുആദേ നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കണം. മർദിതന്റെ പ്രാർത്ഥനക്കും അല്ലാഹുവിനുമിടയിൽ മറയില്ലെന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പരിശുദ്ധ റസൂലിനെ പേരുകൊണ്ട് ലോകത്ത് അലങ്കരിക്കാൻ പറഞ്ഞില്ലേ അല്ലാമ ഇഖ്ബാൽ? അത് ചെയ്യേണ്ടവരാണ് നമ്മളെല്ലാവരും. അപ്പൊ നിങ്ങളൊക്കെ മദ്ഹ് ചെയ്യാൻ വന്നതാണ്. എല്ലാവരും മദ്ഹ് ചെയ്യാണ് ഇവിടെ ഇരുന്നിട്ട്. ഓരോരുത്തരും മദ്ഹുർ റസൂൽ. അതിനൊരു എളുപ്പ വഴി സലാത്താണ്. സലാത്ത് ചൊല്ലുക വഴി ഒരു തവണ റസൂലിന്റെ മദ്ഹാണത്. സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലിനെ പ്രകീർത്തിക്കുക തന്നെയാണത്. അതിൽ പ്രാർത്ഥനയുണ്ട്, പ്രകീർത്തനമുണ്ട് സലാത്തിൽ. അല്ലാഹുവേ നീ മുഹമ്മദ് നബിയുടെ മേൽ അനുഗ്രഹം വർഷിക്കണമേ എന്ന് പറയുമ്പോ പ്രാർത്ഥനയായി. ഷാഗ് എടുത്തു നോക്കിയാൽ മുഹമ്മദ് നബിയെ പ്രകീർത്തിക്കാണ് അതിൽ ഓരോ വാക്കും. സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവരും മദ്ഹ് ചെയ്യണം. അല്ലാതെ ഒരാൾ മദ്ഹ് ചെയ്യുക ബാക്കിയുള്ളവരത് കേൾക്കുക അല്ല. നമ്മളെ സദസ്സ് വളരെ വ്യത്യസ്തമാണ്. ഇതിന്റെ അനുഭവം വ്യത്യസ്തമാണ്. ഇതിന്റെ സമീപനം വ്യത്യസ്തമാണ്. ഇതിന്റെ രീതിയും ശൈലിയും വ്യത്യസ്തമാണ്. ഓരോ ആളും മദ്ഹിൽ പങ്കാളിയാകണം. മടങ്ങിപ്പോകുമ്പോ റസൂലുള്ളാഹിനെ അനുഭവിച്ച ശേഷമാണ് നാം തിരിച്ചു പോകുന്നത്. ഇനി തിരിച്ചു പോയിട്ട് ഒരാൾ തീരുമാനിക്കട്ടെ, ഞാനും പുണ്യ റസൂലിനെ പ്രകീർത്തിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ പ്രകീർത്തിക്കാനുള്ള മാർഗമാണ് കുടുംബത്തോടൊപ്പം ഇരിക്കണം, മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക, റസൂലുള്ളാഹിനെ പറഞ്ഞു കൊടുക്കുക സല്ലല്ലാഹു അലൈഹി വസല്ലം, സുഹൃത്തുക്കളോട് പറഞ്ഞു കൊടുക്കുക, കൂട്ടാളികളോട് പറഞ്ഞു കൊടുക്കുക. അപ്പോഴൊക്കെ അവിടെ മദ്ഹ് സംഭവിക്കും. മദ്ഹ് വെറും പറയാനും കേൾക്കാനുമല്ല, ഹൃദയത്തിൽ എഴുതി വെക്കണം. മുഹമ്മദുൻ മുഹമ്മദുൻ മുഹമ്മദൂ മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ. എന്നും സലാത്ത് ദായിമൻ അബദാ, എന്നും ദായിമൻ സ്ഥിരമായിട്ട്, അബദൻ എപ്പോഴും സലാത്ത് അല്ലാഹുവേ നീ വർഷിക്കണം. മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. നിന്റെ ഹബീബായ സകല സൃഷ്ടികളിലും അത്യുത്കൃഷ്ടനായ പരിശുദ്ധ റസൂലിന്റെ മേൽ ദായിമൻ അബദാ, സ്ഥിരമായി, അനശ്വരമായി, ശാശ്വതമായി, എന്നേക്കുമായി, സാർവകാലികമായി ആ സ്വലാത്തിനെ ആദത്താക്കണം. കാഞ്ഞങ്ങാട്ട് ഞാൻ ഒരു യോഗം കഴിഞ്ഞ് വണ്ടി കയറാൻ പോകുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ വിളിച്ച് പറയാം, ആളെ കണ്ടില്ല. സമദാനി സാഹിബ്, ഞാൻ 10,000 സ്വലാത്തല്ലാറുണ്ട് ഒരു ദിവസം. ആളെ കണ്ടില്ല, ആൾക്കൂട്ടത്തിൽ മറഞ്ഞുപോയി. ഇതാണ് വിപ്ലവം, ഇതാണ് വരുത്തേണ്ട പരിവർത്തനം. ആ സലാത്ത് കൊണ്ട് നേടാൻ കഴിയാത്തത് നീ നേടും. ആ സലാത്ത് കൊണ്ട് നീ സുരക്ഷിതനാകും. ആ സലാത്ത് കൊണ്ട് നിന്നെ അല്ലാഹു ഒരു കോട്ടയിൽ പാർപ്പിക്കും. നീ സുരക്ഷിതൻ, നെടും കോട്ടയിൽ പാർക്കുന്ന രാജാവായി, നീ പ്രപഞ്ചത്തിന്റെ ചക്രവർത്തിയായി, നീ ഏറ്റവും വലിയ അധികാരത്തിൽ ആരൂഢനായ രാജകുമാരനായി വാഴ്ത്തപ്പെടും. കാരണം നീ പുണ്യ റസൂലിന്റെ സേവകനായി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളുടെ അടുക്കലേക്ക് ചെന്ന് സ്നേഹാന്വേഷണം നടത്തുമ്പോ സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ പോയി. ഒരു വീട്ടിൽ പോകുമ്പോ പുണ്യ റസൂലിന്റെ പതിവ് 3 തവണ സലാം ചൊല്ലും. വാതിൽ തുറക്കുന്നുണ്ടോ എന്ന് നോക്കും. 3 തവണ സലാം ചൊല്ലിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ അവിടെ നിൽക്കൂല. ആ വീട്ടുകാർക്ക് തൽക്കാലം തുറക്കാൻ സന്നദ്ധതയില്ല എന്ന് മനസ്സിലാക്കും. അതാണ് എന്റെ മെസ്സേജ്. മര്യാദയിൽ തിരിച്ചുപോയി. പിന്നെ അവിടെ നിന്നിട്ട് ശല്യം ചെയ്യില്ല. 3 തവണ ചൊല്ലും. അപ്പൊ സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു പിന്നാലെ വന്നിട്ട് ചോദിച്ചു, എന്തേ തിരിച്ചു പോണു യാ റസൂലല്ലാഹ്? സഅദേ, ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് 3 തവണ സലാം ചൊല്ലിയല്ലോ. അപ്പൊ സഅദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഓരോ തവണയും സലാം ചൊല്ലുമ്പോ ഞാൻ എന്റെ വീട്ടിന്റെ അകത്ത് നിന്നുകൊണ്ട് ഈ സലാം കേൾക്കുകയാണ്.
കൂടുതൽ സലാം ചൊല്ലട്ടെ, ഞങ്ങൾക്ക് വേണ്ടി അവിടുത്തെ പ്രാർത്ഥനകൾ കൂടുതൽ ലഭിക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ മനഃപൂർവ്വം വാതിൽ തുറക്കാതിരുന്നതാണ്. അള്ളാഹുവിന്റെ റസൂലേ എന്ന് സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു. ആലോചിച്ച് നോക്കൂ, വീട്ടിലേക്ക് വന്നിട്ട് സലാം ചൊല്ലുമ്പോൾ ഓരോ സലാമും പ്രാർത്ഥനയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓരോ തവണയും അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമല്ലോ എന്ന് ഞങ്ങൾ ഓർത്തു. ഉടൻ തന്നെ കൈകൾ ഉയർത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ റസൂല് പ്രാർത്ഥിച്ചു, അള്ളാഹുവേ സഅദിനും കുടുംബത്തിനും ബർക്കത്ത് ഇറക്കേണമേ എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. തിരിച്ചു പോകാൻ സഅദ് റളിയല്ലാഹു അൻഹു ഒരു കുതിരയെ ഏർപ്പാടാക്കി കൊടുത്തു. ഇതിന്റെ പുറത്ത് കയറിയിട്ട് അങ്ങ് തിരിച്ചു പോകൂ അള്ളാന്റെ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം. കുതിരപ്പുറത്ത് അള്ളാന്റെ റസൂല് കയറുമ്പോ അവിടുന്ന് സഅദിനോട് പറഞ്ഞു, നിങ്ങളും എന്റെ കൂടെ കയറൂ. സഅദ് മടിച്ചു നിന്നു. അള്ളാന്റെ റസൂലിന്റെ കൂടെ കുതിരപ്പുറത്തിരിക്കുന്നത് ഒരിക്കലും സഅദിനെ ഇഷ്ടമായില്ല. ബഹുമാനം കൊണ്ട് അള്ളാന്റെ റസൂലിന്റെ കൂടെ ഇരിക്കാൻ താനാരാണ് എന്ന സ്വയം വിചാരം കൊണ്ട് സഅദ് മടിച്ചു നിന്ന് നടക്കാൻ തുടങ്ങി. റസൂലുള്ള കുതിരപ്പുറത്തും കുതിരയുടെ കൂടെ സഅദൻ ആതിഥേയൻ നടക്കുമ്പോ റസൂല് കുതിരയെ പിടിച്ചു നിർത്തിയിട്ട് പറഞ്ഞു, ഒന്നുകിൽ കുതിരപ്പുറത്ത് കയറണം, അല്ലെങ്കിൽ തിരിച്ചു പോകണം. എന്റെ കൂടെ നടക്കരുത്. നിങ്ങൾ നടക്കുമ്പോ ഞാൻ വാഹനപ്പുറമേറില്ലെന്ന് സ്വന്തം അനുയായിയുടെ മുമ്പിൽ പോലും പുലർത്തിയ മര്യാദയുടെ മഹത്വമേ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലാ മുഹമ്മദ്. അലി റളിയല്ലാഹു അൻഹുവിന്റെ മാതാവായ ഫാത്തിമ, അലിയുടെ പത്നിയുടെ പേര്, നബിയുടെ പുത്രിയുടെ പേരും ഫാത്തിമ, അലിയുടെ മാതാവിന്റെ പേരും ഫാത്തിമ, അബൂതാലിബിന്റെ പത്നിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹാ. നിര്യാണം പ്രാപിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കുപ്പായം അവർക്ക് കൊടുത്തു, അവരുടെ കഫന്റെ കൂടെ പുതപ്പിക്കാൻ. എന്നിട്ട് കുപ്പായത്തോടൊപ്പം ഖബറടക്കം ചെയ്യപ്പെടാൻ അത്ഭുതകരമായ ഒരു സംഗതിയും അന്ന് നടന്നു. ഫാത്തിമയെ ഖബറടക്കം ചെയ്യുന്നതിന് മുമ്പ് ആ ഖബറിൽ അല്പനേരം ഇറങ്ങിക്കിടന്നു പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. തന്റെ പിതൃവ്യനായ അബൂതാലിബിന്റെ പത്നിയായ ഫാത്തിമ, ഏകദേശം ഉമ്മയുടെ സ്ഥാനത്തുള്ള ഫാത്തിമ, ആ ഫാത്തിമ റളിയല്ലാഹു അൻഹായെ ഖബറടക്കം ചെയ്യപ്പെടേണ്ട ഖബറിൽ ഈ ലോകത്തെ മുഴുവൻ സ്ത്രീജനങ്ങളും അവർ ഖൽബ് കൊണ്ടറിയട്ടെ, അവർ ഉള്ളുകൊണ്ട് ഉൾക്കൊള്ളുകയും ചെയ്യട്ടെ. പുണ്യ റസൂൽ ഖബറിൽ ഇറങ്ങിക്കിടന്നു. സഹാബത്ത് ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്ന് വരെ കാണാത്തത് ഞങ്ങൾ കണ്ടുവല്ലോ. അവർക്ക് കഫൻ ചെയ്യാൻ അങ്ങയുടെ ഖമീസ്, അങ്ങയുടെ കുപ്പായം കൊടുത്തതിന് പുറമെ അങ്ങ് ഖബറിൽ ഇറങ്ങി കിടന്നുവല്ലോ. ഞാൻ അവർക്ക് കുപ്പായം കൊടുത്തത് സ്വർഗത്തിൽ അവർക്ക് ആഭരണങ്ങളായി മാറാനാണ്. എന്റെ കുപ്പായം അവരുടെ സ്വർഗീയ ആഭരണങ്ങളാണ്. ലോകത്ത് മുഴുവൻ പണ്ടവും പണവും കിടന്ന് പൊളപൊളക്കുമ്പോ, അതിനു വേണ്ടിയുള്ള പണച്ചെലവുകളിൽ ലോകം മുഴുകുമ്പോ ഓർക്കണം, അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തിൽപ്പെട്ടവർക്ക് ഒരു ആഭരണത്തിന്റെ ഭ്രമവും ഉണ്ടായിരുന്നില്ല. ആയിഷയുടെ കയ്യിൽ ഒരു ദിവസം കണ്ട സ്വർണവള ഊരാൻ പറയുകയും ഏതെങ്കിലും ഇരുമ്പിന്റെ വളയെടുത്തുകൊണ്ട് അതിന് കർപ്പൂരത്തിന്റെ നിറം ചാർത്തിയാൽ പോരെ ആയിഷ എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുകയും ചെയ്തു. ഫാത്തിമ റളിയല്ലാഹു അൻഹായുടെ കഴുത്തിൽ ഒരു ദിവസം ഒരു സ്വർണമാല കണ്ടപ്പോൾ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫാത്തിമയോട് ചോദിച്ചു പോയി, ഫാത്തിമ, ഇനി ആളുകൾ പറയണം അള്ളാന്റെ റസൂലിന്റെ മകൾ അതാ ഒരു തീ കൊണ്ടുണ്ടാക്കിയ മാല അണിഞ്ഞ് നടക്കുന്നുവെന്ന് ഫാത്തിമ പറഞ്ഞു കേൾക്കണമോ? ഒരു അഗ്നിമാല, ഒരു തീ കൊണ്ടുള്ള മാല റസൂലുള്ളാന്റെ മകൾ അണിഞ്ഞ് നടക്കുന്നുവെന്ന് നീ കേൾപ്പിക്കണമോ ഫാത്തിമ എന്ന് സ്വർണത്തിന്റെ ഒരു നേരിയ ചെയിന് കണ്ടപ്പോ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതിന്റെ പേരിൽ അത് ഊരി വലിച്ചെറിഞ്ഞ ഫാത്തിമത്തു സഹ്റാ
റളിയല്ലാഹു അൻഹായുടെ മാതൃക പോലെ ഞാൻ അവർക്ക് കൊടുത്ത കുപ്പായം അവർക്ക് സ്വർഗത്തിലേക്കുള്ള ആഭരണമാകാൻ വേണ്ടി കൊടുത്തതാണ്. ഞാൻ ഖബറിൽ ഇറങ്ങിക്കിടന്നത് അവർക്ക് ഖബറിൽ ആശ്വാസമാകാൻ വേണ്ടിയാണ്. ഖബറിൽ ആശ്വാസം. അള്ളാഹുവിന്റെ റസൂലിനെ വളരെ സ്നേഹിച്ച ഫാത്തിമ, പിതാവിന്റെ സഹോദരനാണ് അബൂതാലിബ്. അബൂതാലിബിന്റെ പത്നിയാണ് ഈ ഫാത്തിമ. അവരാണ് അഭയം, അവരാണ് പരിപാലിച്ചത്. ഉമ്മയുടെ സ്ഥാനത്തുള്ള അവർക്ക് പോലും ഖബറിൽ ബുദ്ധിമുട്ടുണ്ടാകും. ഖബറിൽ ഒരു ഇടുക്കമുണ്ട്. അതിൽ നിന്ന് മോചനമായി ഇടുക്കമുണ്ടാകുമെന്ന് ആശങ്കപ്പെട്ടിട്ട് ആ ഖബറിൽ ഞാൻ ഇറങ്ങിക്കിടന്നത് അവർക്ക് ഖബറടക്കം ചെയ്യപ്പെടുമ്പോ ഖബറിൽ ആശ്വാസമാകാൻ വേണ്ടിയാണെന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര ഖബറടക്കങ്ങളിൽ നമ്മൾ പങ്കുകൊള്ളുന്നു. ഈ ഒരു വിചാരം ആർക്കെങ്കിലും ഉണ്ടോ? പ്രിയപ്പെട്ടവരെ ഖബറടക്കി അവരുടെ മേലേക്ക് മണ്ണ് വാരി എറിഞ്ഞിട്ടല്ലേ നമ്മൾ മടങ്ങുന്നത്. സ്വന്തം ബാപ്പയെ ഖബറടക്കിയിട്ട് മകൻ ചെയ്യുന്നത് ഒരു പിടി മണ്ണ് വാരിയിട്ട് ബാപ്പാന്റെ മൂടുകല്ലിന്റെ മീതേക്ക് മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റാ. നിങ്ങൾ ഈ മണ്ണിൽ നിന്ന് വന്നവരാണ്. ഈ മണ്ണിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ചു. ഈ മണ്ണിലേക്ക് നിങ്ങളെ മടക്കി ഈ മണ്ണിൽ നിന്ന് തന്നെ നിങ്ങളെ നാം നാളെ പുറപ്പെടുവിപ്പിക്കുകയും ചെയ്യുമെന്ന് അല്ലാഹു പറയുന്ന ഖുർആന്റെ ആയത്തുകൾ ഉരുവിട്ടുകൊണ്ട് മണ്ണ് വാരി എറിയുകയാണ്. ആ ഖബറടക്കങ്ങളിൽ പങ്കെടുത്തിട്ടും ഖബറുകളിൽ നിന്ന് ഖബറുകളിലേക്ക് നീങ്ങുന്നവരായിട്ട് പോലും ഒരു നടുക്കമില്ല, ഒരു കോരിത്തരിപ്പുമില്ല, ഒരസ്വാസ്ഥ്യവുമില്ല. അബൂതാലിബിന്റെ പത്നിക്ക് ഖബറിലെ വിഷമങ്ങളിൽ നിന്ന് ആശ്വാസമുണ്ടാകാനാണ് ഞാൻ ഖബറിൽ ഇറങ്ങിക്കിടന്നതെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു പിതൃവ്യനാണ് അബ്ബാസ്, പിതാവിന്റെ സഹോദരനായ അബ്ബാസ്. ജുമുഅ ഖുതുബകളിൽ കേട്ടിട്ടില്ലേ, അല്ലാഹുമ്മ റളഅൻ അമ്മൈ നബിയിക്കൽ ഹംസത വൽ അബ്ബാസ്. അല്ലാഹുവിന്റെ റസൂലിന്റെ പരിശുദ്ധരായ രണ്ട് പിതൃവ്യന്മാരിൽ അല്ലാഹുവേ നീ അനുഗ്രഹം വർഷിപ്പിക്കണമേ. ഒന്ന് പിതാവിന്റെ ഒരു സഹോദരനായ ഹംസത്ത്, ഒന്ന് മറ്റൊരു സഹോദരനായ അബ്ബാസ്. അബ്ബാസ് ദീനിലേക്ക് കടന്നു വരുന്നതിനു മുമ്പ് തടവുകാരനായിട്ട് പിടിച്ച് മദീനയിൽ കൊണ്ടുവന്നു സഹാബികൾ. പിതൃവ്യൻ അബ്ബാസ് മുഅ്മിനായിട്ടില്ല. കയറിട്ടിട്ട് അബ്ബാസിന്റെ കൈകൾ കെട്ടിയിരുന്നു. അത് കണ്ടിട്ട് പരിശുദ്ധ റസൂൽ രാത്രി മുഴുവനും ഉറങ്ങാൻ കഴിയാതെ അസ്വസ്ഥനായി പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ ചെന്ന് പോയിട്ട് അഴിക്കാൻ തോന്നുന്നുവെങ്കിലും നീതിയുടെ കാര്യത്തിൽ ഇടപെട്ടില്ല. വേറെയും തടവുകാരുണ്ട്, യുദ്ധത്തിൽ അക്രമം ചെയ്തിട്ട് പിടിക്കപ്പെട്ടവരാണ്. അവരുടെ ഒക്കെ കയ്യിൽ കയറുണ്ട്. എളാപ്പക്ക് വേണ്ടി മാത്രം ഒരാനുകൂല്യമില്ല. കുടുംബക്കാർക്കൊരു നീതിയും മറ്റുള്ളവർക്കൊരു നീതിയുമില്ല. അതുകൊണ്ട് ആ കയറിട്ട് കെട്ടിയിട്ട് അബ്ബാസ് കഴിയുമ്പോ രാത്രി മുഴുവനും അസ്വസ്ഥനായി പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അടുത്ത ദിവസം അബ്ബാസിനെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ സന്നിധിയിൽ പിതൃവ്യനെ കൊണ്ടുവന്ന് നിർത്തുമ്പോ ഫിദിയ ആവശ്യപ്പെട്ടു, മോചനദ്രവ്യം. തടവുകാർക്ക് മോചനമുണ്ട്, മോചനത്തിനൊരു ദ്രവ്യം നൽകണം, ഫിദിയ. എല്ലാവർക്കും ഒരേ നീതിയാണ്. മോചനദ്രവ്യം ആവശ്യപ്പെട്ടപ്പോ അബ്ബാസ് പറഞ്ഞു, എന്റെ കയ്യിലൊന്നുമില്ല മോചനദ്രവ്യം തരാൻ. ഉടൻ തന്നെ അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, ഉമ്മു ഫദ്ലിന്റെ കയ്യിലേൽപ്പിച്ച പണമോ എന്ന്. ഉമ്മു ഫദ്ൽ അബ്ബാസിന്റെ പത്നിയാണ്. സ്വകാര്യമായിട്ട് ഉമ്മു ഫദ്ലിന്റെ കയ്യിൽ അബ്ബാസ് ഏൽപ്പിച്ച പണം ലോകത്താരും അറിഞ്ഞിട്ടില്ല. ചുമരുകൾക്കകത്ത് വെച്ച്, വീടിന്റെ ഉള്ളിൽ വെച്ച് ഒറ്റക്ക് തന്റെ പത്നിയുടെ കയ്യിൽ മദീനയിലേക്ക് യുദ്ധത്തടവുകാരനായി പിടിച്ചുകൊണ്ട് വരുന്നതിന് മുമ്പ് രഹസ്യമായി ഏൽപ്പിച്ച സമ്പത്താണ്. എല്ലാ രഹസ്യങ്ങളും അറിയുന്ന ആലിമുൽ ഗൈബായ അല്ലാഹു അവന്റെ റസൂലിനെ അറിയിച്ചു കൊടുത്തപ്പോ റസൂല് ചോദിച്ചു,
ചോദിച്ചു, ഉമ്മു ഫദ്ലിന്റെ കയ്യിലുണ്ടല്ലോ കുറച്ച് പണമേൽപ്പിച്ചു കൊടുത്തിട്ട് അത് തന്നാൽ മതിയല്ലോ മോചനദ്രവ്യത്തിന്. അബ്ബാസ് ഞെട്ടിപ്പോയി. അബ്ബാസിന്റെ നെഞ്ചിലൂടെ ഇടിമിന്നൽ പാഞ്ഞുപോയി. ഒറ്റക്ക് ചുമരുകൾക്കുള്ളിൽ വെച്ച്, വീടിന്റെ ഉള്ളറയിൽ വെച്ച് തന്റെ പത്നിയുടെ കൈവശം ഏൽപ്പിച്ചു കൊടുത്ത ഈ സ്വകാര്യ സമ്പത്തിന്റെ വിവരം അങ്ങേക്ക് അറിയുമെങ്കിൽ അങ്ങ് സത്യമായും അല്ലാഹുവിന്റെ റസൂല് തന്നെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്നക തീർച്ചയായും അങ്ങ് അല്ലാഹുവിന്റെ ദൂതനാണ്. എളാപ്പ തന്റെ സഹോദരന്റെ മകന്റെ റിസാലത്തിനെ തന്റെ സഹോദരനായ അബ്ദുള്ളയുടെ മകന് അല്ലാഹു ഏൽപ്പിച്ചു കൊടുത്ത നുബുവത്തിനെ, അല്ലാഹു ഏൽപ്പിച്ചു കൊടുത്ത റിസാലത്തിനെ അബ്ബാസ് ആ നിമിഷം വെച്ച് പ്രഖ്യാപിച്ചു പോയി. വഅഷ്ഹദു അന്നക റസൂലുള്ളാഹ് സല്ലല്ലാഹു അലാ മുഹമ്മദ്. മുഅ്മിനാവുക മാത്രമല്ല അബ്ബാസ് ചെയ്തത്, ദീനിന്റെ വലിയ നായകനായി, വലിയ സഹാബിയായി, സഹാബികളിൽ അത്യുത്തമരിൽപ്പെട്ട വ്യക്തിത്വമായി. അതുകൊണ്ടാണ് ലോക മുസ്ലിങ്ങൾ ഈ തർബിയത്ത് ചൊല്ലുന്നത്. ഉമ്മൈമൻ എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട സ്ത്രീയാണ് നബിയുടെ വീട്ടിൽ സേവനങ്ങൾ ചെയ്തിരുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇടക്ക് വീട്ടിൽ സഹായിയായി വന്നിരുന്ന ഉമ്മൈമനെ വേലക്കാരിയാക്കിയില്ല, കുടുംബക്കാരിയാക്കി, സ്വന്തം കുടുംബത്തോട് ചേർത്തു. ഉമ്മൈമനെ എപ്പോഴൊക്കെ വിളിക്കുന്നുവോ അപ്പോഴൊക്കെ അല്ലാഹുവിന്റെ റസൂല് വിളിച്ചിരുന്നത് യാ ഉമ്മ, എന്റെ ഉമ്മ എന്നാണ്. ഉമ്മൈമൻ എന്ന വാക്കിനെ ഉമ്മ എന്നാക്കി മാറ്റി. വീട്ടിൽ ജോലിക്ക് സഹായിക്കാൻ വന്നൊരു സാധു സ്ത്രീയാണ്, കുടുംബക്കാരിയാക്കി. അവിടുന്നും കടന്നുപോയി സ്വർഗീയ നാരിയാക്കി, സ്വർഗാവകാശികളിൽ ഉൾപ്പെടുത്തി അല്ലാഹു അവരെ അനുഗ്രഹിച്ചതായി പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലാ മുഹമ്മദ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കരിക്കാൻ പോകുമ്പവരെ പുണ്യ റസൂലിന്റെ ഒരു തോളത്ത് ഹസനാണ് റളിയല്ലാഹു അൻഹു, മറ്റേ തോളിൽ ഉസാമയാണ്. നബിയുടെ സേവകനായ സെയ്ദിന്റെ മകനായ ഉസാമ, ഫാത്തിമയുടെ മകനായ പേരക്കുട്ടി ഒരു തോളിൽ ഹസൻ, മറ്റേ തോളിൽ കിടന്ന് കളിക്കുന്നത് ഉസാമ. ഉസാമ പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവനായ സെയ്ദ്, സെയ്ദ് പരിശുദ്ധ റസൂലിന്റെ പ്രിയപ്പെട്ട സേവകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സെയ്ദിന്റെ മകനായ ഉസാമയെ തോളത്ത്. ഉസാമ പിന്നെ വലിയ ആളായി, ചെറുപ്പക്കാരനായി വന്ന കാലത്ത് സഹാബികള്, വലിയ വലിയ മഹാന്മാരായ ഉന്നതരായ സഹാബികള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്തെങ്കിലും ശുപാർശ ചെയ്യാൻ വേണ്ടി പറയാൻ ഏൽപ്പിച്ചിരുന്നത് ഈ ചെറുപ്പക്കാരനെയാണ്. അടുപ്പം കൊണ്ട് ഉസാമ, നീ റസൂലിനോട് പറയുമോ? അത്ര വലിയ അടുപ്പമായി സെയ്ദിന്റെ മകനായ സയ്യിദുനാ ഉസാമ റളിയല്ലാഹു അൻഹു. ഉസാമക്ക് പരിശുദ്ധ റസൂലിനോടും ഉസാമയോട് പരിശുദ്ധ റസൂലിനുമുള്ള സ്നേഹം പരിഗണിച്ചുകൊണ്ട് സഹാബത്ത് ഉസാമയെ വിളിച്ചിരുന്നത് ഹുബ്ബുർ റസൂൽ എന്നാണ്. ഹുബ്ബുർ റസൂൽ, പ്രവാചക സ്നേഹം എന്ന് പേരിട്ട് സഹാബികൾ ഉസാമക്ക്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു മനുഷ്യനെ ഹുബ്ബുർ റസൂൽ എന്ന് പേരിട്ടു. അന്ന് തന്നെ ഇതിന് മാതൃകയുണ്ട്. ഇത് ദീനിന്റെ അടിസ്ഥാനമാണ്. മുഹിബ്ബുർ റസൂൽ, റസൂലിനെ സ്നേഹിക്കുന്ന വ്യക്തി എന്ന് വിളിക്കുന്നതിന് പകരം പ്രവാചക സ്നേഹം ഹുബ്ബുർ റസൂൽ എന്ന് പേരിട്ടു ഉസാമക്ക് സഹാബികൾ സല്ലല്ലാഹു അലാ മുഹമ്മദ്. चांद तारे ही क्या देखते रह गए, चांद तारे ही क्या देखते रह गए, उनको अर्जो समा देखते रह गए. ചന്ദ്രനും സൂര്യനും നക്ഷത്രങ്ങളുമെല്ലാം പുണ്യ റസൂലിനെ നോക്കി നിന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ വെറും കവി അലങ്കരിച്ച് എഴുതിയതെന്നായിട്ട് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? വെറും ഭാവനയെന്ന് അല്ലല്ലല്ല, മെഹ്റാജിന്റെ രാത്രി സംഭവിച്ചതാണ്. ചാന്ദ് താരേ ഹി ക്യാ ദേഖ്തേ രഹ് ഗയേ,
ചന്ദ്രനും നക്ഷത്രങ്ങളും അവിടുത്തെ നോക്കി നിന്നുപോയി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളെ സദസ്സിലിരിക്കുമ്പോൾ റസൂലുള്ളാഹിനെ പകല് കാണും. ഉറങ്ങിയിട്ടാണ് എല്ലാവരും കിനാവ് കാണുക. അതിന് വലിയ മഹാത്മാക്കൾ. കൽബുള്ളവന് കണ്ണുകൊണ്ട് അവിടെ ഇരുന്ന് കാണും, കണ്ടിരിക്കും. പക്ഷേ ആളതിന് യോഗ്യനായിരിക്കണം. ചാന്ദ് താരേ ഹി ക്യാ ദേഖ്തേ രഹ് ഗയേ, ചന്ദ്രനും നക്ഷത്രങ്ങളും നോക്കി തന്നെ നിന്നു. ഉൻകോ അർസോ സമാ ദേഖ്തേ രഹ് ഗയേ, ഭൂമിയും ആകാശവും അവിടുത്തെ നോക്കി നിന്നു. അല്ലാഹ്, മെഹ്റാജിന്റെ രാത്രി അത്ഭുതല്ലേ. ഭൂമുഖത്തുനിന്ന് മനുഷ്യരുടെ ഒരു നേതാവ് ശൂന്യാകാശത്തേക്ക് വരികയാണ്. ഒരാൾക്കും അങ്ങോട്ട് കയറാൻ പറ്റൂല, ആരും കയറിയിട്ടില്ല. മലക്കുകളുടെ ലോകം, മലക്കുകൾക്ക് പോലും പോകാൻ പറ്റാത്തടത്തേക്കും വരികയാണ്. പടുക്കേ റൂഹുൽ അമീൻ സൂറയേ വദ്ദുഹ, പടുക്കേ റൂഹുൽ അമീൻ സൂറയേ വദ്ദുഹ, സൂറത്തെ മുസ്തഫ ദേഖ്തേ രഹ് ഗയേ. വദ്ദുഹ എന്ന സൂറത്ത് ഓതിക്കൊണ്ട് ജിബ്രീലും ആ മുഖം നോക്കി നിന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലിന്റെ അടുക്കലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മളെ നയിക്കുന്ന ആളാരാ? ജിബ്രീലാണ്. ജിബ്രീൽ റസൂലിന്റെ അടുക്കലേക്ക് പോണ ആളാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വലിയ പദവിയാണ്. ഇതൊക്കെ വലിയ വലിയ കാര്യങ്ങളാണ്. ഇതൊക്കെ ഉൾക്കൊണ്ടവർക്ക് വേറെ ലഹരി ആവശ്യമില്ല. ഭൂമിയിൽ ഉൾക്കൊള്ളണം. രാത്രി ഇതിൽ ജീവിക്കാം, പകൽ ഇതിൽ ജീവിക്കാം. ശത്രുതകളെ മുഴുവൻ ഇതുകൊണ്ട് നേരിടാം. എന്തിനും ഇത് മരുന്നാക്കാം. ഒറ്റക്കിരിക്കുമ്പോ ഇതിനെ കൂട്ടുകാരനാക്കാം. പടുക്കേ റൂഹുൽ അമീൻ സൂറയേ വദ്ദുഹ, സൂറത്തെ മുസ്തഫ ദേഖ്തേ രഹ് ഗയേ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖം നോക്കി നിന്നു. വദ്ദുഹ, പൂർവാഹനത്തിലെ പ്രകാശത്തെ കൊണ്ട് സത്യം. വദ്ദുഹ വല്ലൈലി ഇദാ സജാ, വദ്ദുഹ പൂർവാഹനത്തിലെ പ്രകാശത്തെ കൊണ്ട് സത്യം. വല്ലൈലി ഇദാ സജാ, രാവിനെ കൊണ്ട് സത്യം. മാ വദ്ദഅക റബ്ബുക വമാ ഖലാ, നബിയേ നിങ്ങളുടെ റബ്ബ് നിങ്ങളെ കൈവെടിഞ്ഞിട്ടില്ല. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സൂറത്ത് ഓതിയിട്ട് ജിബ്രീൽ പടുക്കേ റൂഹുൽ അമീൻ സൂറയേ വദ്ദുഹ, സൂറത്തെ മുസ്തഫ ദേഖ്തേ രഹ് ഗയേ. വദ്ദുഹ സൂറത്ത് ഓതിക്കൊണ്ട് ജിബ്രീൽ ആ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലി അലാ നബിയിനാ സല്ലി അലാ മുഹമ്മദിൻ ഇമാമത്കി ശബ് വസഫേ അംബിയ. ഇമാമത്തിന്റെ ഒരു രാത്രി മെഹ്റാജ് തുടങ്ങുന്നതിന് മുമ്പ് ഇസ്രാ കഴിഞ്ഞു. ബൈത്തുൽ മഖ്ദിസിലെത്തി. ഓർക്കണം, ബൈത്തുൽ മുഖദ്ദസ്, മസ്ജിദുൽ അഖ്സ, അന്നത്തെ ബൈത്തുൽ മഖ്ദിസ്, ഇന്നത്തെ ബൈത്തുൽ മുഖദ്ദിസ്, അന്നത്തെ ഖുദ്സ്, ഇന്നത്തെ ഖുദ്സ്. എല്ലാറ്റിനും ഒരു പരിഹാരം വരും. അല്ലാഹു സർവശക്തനാണ്. അല്ലാഹു പരിഹാരം നൽകുമാറാകട്ടെ. ഓ ഇമാമത്ത് കി ശബ്, ഇമാമത്ത് നിന്ന ആ രാത്രി. വസഫേ അംബിയ, അംബിയാക്കളാണ് സഫ് കെട്ടിയിട്ടുള്ളത്. ഈ ലോകത്തെ ഏറ്റവും വലിയ നിസ്കാരം അന്നത്തെ രാത്രി നടന്നു. ആദം മുതൽ എല്ലാവരും പിറകിൽ നിൽക്കണം. ഇബ്രാഹിം പിറകിൽ നിൽക്കണം. മൂസയും ഈസയും ഇസ്ഹാഖും ഇസ്മായിലും ശുഐബും ഹൂദും നൂഹും മൗമൂമായിട്ട് സഫ് കെട്ടുമ്പോ അന്നത്തെ ഒരു രാത്രി. ഓ ഇമാമത്ത് കി ശബ്ദ, ആ ഇമാമത്തിന്റെ രാത്രി. വസഫേ അംബിയ, അംബിയാക്കൾ സഫ് കെട്ടുമ്പോ മുഖ്തദി മുഖ്തദ, പിന്നിൽ നിൽക്കുന്ന മുഅ്മിനീങ്ങളൊക്കെ ഇമാമിനെ ദേഖ്തേ രഹ് ഗയേ. എല്ലാ സഫിലുള്ള അംബിയാക്കളും ഇമാമിനെ നോക്കിക്കൊണ്ടേ നിന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഖ്തദി മുഖ്തദാ ദേഖ്തേ രഹ് ഗയേ. മുഅ്മിനീങ്ങൾ മുഴുവൻ ഇമാമിനെ ശ്രദ്ധിച്ചുകൊണ്ട് അല്ലാഹ്
വല്ലാത്തൊരു നേരം. അള്ളാഹു നമ്മളെ ദോഷങ്ങൾ പുറത്തരട്ടെ. അള്ളാഹ് നോക്കണ്ട നമ്മളപ്പോ. അള്ളാഹ് നമ്മളെ നല്ലോണം ശ്രദ്ധിക്കും. അവന്റെ റസൂലിനെ നമ്മൾ സ്നേഹിക്കുമ്പോ ഇതൊക്കെ സത്യല്ലേ? അള്ളാഹ് കൊണ്ടുപോയിട്ട് ഇമാമത്താക്കി നിർത്തിയില്ലേ? അല്ലെങ്കിൽ നിൽക്കേണ്ടവർ വേറല്ലേ? ആദമല്ലേ, ഇബ്രാഹിമല്ലേ, ഈസല്ലേ, മൂസല്ലേ? അവരൊക്കെ മഹത്തുക്കളല്ലേ, ഉലുൽ അസ്മല്ലേ? അവിടുന്ന് അർശിലോളം പോയി മെഹ്റാജിൽ. സിദ്റത്തുൽ മുൻതഹ ദേഖ്തേ രഹ്. ജിബ്രീൽ സിദ്റാ മരത്തിന്റെ അടുത്ത് എത്തുമ്പോ അവിടുന്ന് റസൂലുള്ളാഹിനോട് പറഞ്ഞു, ഇനി ഇവിടുന്ന് ഞാൻ അങ്ങോട്ട് മേലോട്ട് പോയാൽ എന്റെ ചിറകുകൾ കരിഞ്ഞു പോകുന്ന പറഞ്ഞു. അള്ളാന്റെ വഹ്യ് കൊണ്ടുവരുന്ന മലക്ക് അള്ളാന്റെ ഏറ്റവും സമീപസ്ഥനാണ്. മുഖറബ്, ഖരീബ്, ഏറ്റവും അടുത്താണ്, ഏറ്റവും പ്രൈവറ്റായ ആള്. പ്രൈവറ്റായ അടുത്ത ആൾക്കും ഒരു പരിധിയുണ്ട്. അവിടുന്ന് അങ്ങോട്ട് പോകാൻ പറ്റൂല. റസൂൽ അവിടുന്ന് പോവാണ്. അള്ളാന്റെ സിംഹാസനം വരെ. അത് കണ്ടിട്ട് ജിബ്രീൽ സിദ്റത്തുൽ മുൻതഹ മരത്തിന്റെ അടുക്കെ എങ്ങോട്ടായി പോണത്? എന്തൊരു ഉയർച്ചയാണിത്, എന്തൊരു ആരോഹണമാണിത്! മനുഷ്യവർഗത്തിന്റെ തിരുനായകനെ, ലോകത്തിന്റെ വിമോചകനെ, മുഴുവൻ സത്യത്തിന്റെയും തിരുവാഭരണമേ, ലോകത്തിന്റെ പ്രവാചകനെ, ലോകത്തിന്റെ നായകനെ, ആദിമധ്യാന്തങ്ങളിലെ നായകനെ, ആദിമധ്യാന്തങ്ങളിലെ നായകനെ, ആദിയായ തുടക്കത്തിലും അങ്ങ് തന്നെ നായകൻ, ലോകത്തിന്റെ മധ്യചരിത്രത്തിലും അങ്ങ് തന്നെ നായകൻ, ഇനി നാളെ അന്ത്യനാളായ ഖിയാമത്തിലും അങ്ങ് തന്നെ നായകൻ, ആദിമധ്യാന്തങ്ങളിലെ നായകനെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു अलैहि वसल्लम। क्या खबर किसको जब जामे कौसर मिला। ഹൗദുൽ കൗസറിങ്കൽ എല്ലാവരും പാനീയത്തിന് വേണ്ടി തടിച്ചുകൂടി നിൽക്കുമ്പോ ആരറിഞ്ഞു ആർക്കൊക്കെ ഹൗദുൽ കൗസറിലെ പാനീയം കിട്ടിയെന്ന്? ക്യാ ഖബർ, എന്ത് വിവരം? കിസ്കോ ജബ് ജാമെ കൗസർ മില, എപ്പോഴാണ് കോപ്പ കിട്ടിയതെന്ന് ആരറിഞ്ഞു? സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരറിഞ്ഞു ആർക്കാണ് ഹൗദുൽ കൗസറിന്റെ കോപ്പ ലഭിച്ചതെന്ന്, എപ്പോഴാണ് ലഭിച്ചതെന്ന്? കോപ്പ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കോപ്പുണ്ട്. കുറച്ച് നല്ല മലയാളത്തിൽ പറഞ്ഞാൽ ചഷകം. ഹൗദുൽ കൗസറിലെ മധു ചഷകം ആർക്ക് എപ്പ ലഭിച്ചുവെന്ന് ആരറിഞ്ഞു? ഹം തോ ഉൻകി അദാ ദേഖ്തേ രഹ് ഗയേ. ആർക്കാണ് കോപ്പ ലഭിച്ചതെന്ന് നമ്മൾ അറിഞ്ഞില്ല. നമ്മൾ അവിടുത്തെ നോക്കിക്കൊണ്ടേയിരുന്നു. വിളമ്പുന്ന പുണ്യ റസൂലിനെ നോക്കിക്കൊണ്ടിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമ്മളെ ഹൗദുൽ കൗസറിലെ ഉമ്മ വാപ്പാമാരൊക്കെ ഒരുമിച്ച് വിട്ടട്ടെ. പാവപ്പെട്ട വാപ്പാൻ ഓർക്കുക. ഒരു വാപ്പുണ്ടായിട്ടുണ്ടല്ലോ എല്ലാവർക്കും, ഒരു ഉമ്മ ഉണ്ടായിട്ടുണ്ട്. എല്ലാം അവരിൽ നിന്നാണ്, മാതാപിതാക്കളിൽ നിന്നാണ്, അവരുടെ ഖൈറുകളാണ്. മക്കൾക്ക് സ്വന്തം ഒന്നുമില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഒക്കെ മാതാപിതാക്കളുടെ തുടർച്ച മാത്രമാണ് എന്നാണ് എന്റെ വിശ്വാസം. ഞാനിതാ നിൽക്കണം. നിങ്ങളിപ്പോ കാണുന്നത് അബ്ദുൽ ഹമീദ് ഹൈദരി എന്നൊരു മനുഷ്യനെന്ന് വിശ്വസിച്ചോളൂ. ഈ രക്തം ആ വക, ഈ ശരീരം ആ വക. ഉപ്പാനെ കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയാത്ത കുറച്ച് പണി അല്ലാഹു തആല ഉപ്പാന്റെ പിറകെ എനിക്ക് തന്നു, എന്നെ അനുഗ്രഹിച്ചു. അതായിരിക്കും ഉപ്പാക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ബഹുമാനം. ഇപ്പൊ പ്രസംഗിക്കുന്ന സദസ്സിൽ വെള്ളച്ചായ കുടിച്ചിട്ട് പകുതി സ്റ്റേജിലേക്ക് വിളിച്ചിട്ട് എനിക്ക് തരും, അത് കുടിച്ചടാ എന്ന് പറയും. നാം മക്കളെ പ്രശംസിക്കൂല. ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഒരു നേരം എല്ലാവരും മാതാപിതാക്കൾ ഓർക്കാൻ. BA റാങ്ക് കിട്ടിയിട്ട് പാനെ കാണാൻ ചെന്നു. അപ്പൊ സഹീഹ് ബുഖാരി നെഞ്ചത്ത് വെച്ച് കിടക്കണം. അധികം ഞാൻ കണ്ടിട്ടുള്ളത് ഹദീദ് കിതാബ് നോക്കുന്നതും പഠിപ്പിക്കുന്നതുമാണ്. വലിയ വലിയ പണ്ഡിതന്മാര് വീട്ടിൽ വരും അസറിന്റെ ശേഷം സിഹാഹു സിത്ത നോക്കാൻ, ഹദീദ് നോക്കാൻ. സഹീഹ് ബുഖാരി നെഞ്ചത്ത് വെച്ച് കിടക്കണേ.
ഒരു പിതാവിന്റെ അടുത്ത് പോയിട്ടൊരു മകൻ, അന്ന് അങ്ങാടിയിലൊക്കെ എന്റെ ഫോട്ടോ തൂങ്ങി കിടക്കുന്നുണ്ട് പത്രത്തിൽ, ഫസ്റ്റ് പേജിൽ, BA ഫസ്റ്റ് റാങ്ക്. അത് ചെന്നിട്ട് ഇങ്ങനെ പറയാൻ ശ്രമിച്ചു, പേടിച്ചിട്ട്. റാങ്ക് കിട്ടിയ കാര്യം പറയാൻ പിതാവിനോട് പറയാൻ സന്തോഷമല്ലേ വേണ്ട. ചെന്നിട്ട് വിളിച്ചു, പാന്ന് വിളിച്ചു, മൂളി. പിന്നെ മെല്ലെ അങ്ങനെ പറഞ്ഞു, എനിക്കൊരു റാങ്ക് ഉണ്ട്. മറുപടി ഒന്നും പറഞ്ഞില്ല, ഒരു സന്തോഷം പറഞ്ഞില്ല. പിന്നെ ഹദീത്ത് നോക്കിക്കൊണ്ടിരുന്നു, സഹീഹ് ബുഖാരി, റസൂലുള്ളാഹിന്റെ ഹദീത്ത് നോക്കി സല്ലല്ലാഹു അലൈഹി വസല്ലം. കുറച്ചേരം കൂടി നിന്നു, എന്തെങ്കിലും പറയുമെന്ന് വിചാരിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ തിരിച്ചു പോന്നു. 3 വട്ടം പറഞ്ഞിട്ടും മറുപടി ഇല്ലാതെ കണ്ടപ്പോൾ തിരിച്ചു പോന്നു. അപ്പൊ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അത് എന്റെ കൈ കൊണ്ട് കിട്ടിയതല്ല, ഞാൻ ദ്വാരുന്നിട്ട് കിട്ടിയതാണെന്ന് പറഞ്ഞു. അതായിരുന്നു മറുപടി. അതും കേട്ട് മടങ്ങി. ദുബായിൽ ഒരു വലിയ പണ്ഡിതൻ പ്രസംഗിക്കുന്നു, മുഖം കാണുന്നില്ല. ഞാൻ ചെന്ന് കയറുമ്പോൾ അദ്ദേഹം പ്രസംഗം തുടങ്ങിയിരിക്കുന്നു. ഞാൻ പിറകെ പോയിരുന്നു. കാലിന്റെ ഞെരിയാണിയുടെ ഭാഗത്ത് തടിയുണ്ട്. ഈ കാലിന്റെ ആളെനിക്ക് ഓർമ്മ ഉണ്ടല്ലോ, വെറുതെ ഒരു തോന്നല് തോന്നുന്നു. പ്രസംഗിച്ചതിന്റെ ശേഷം അദ്ദേഹത്തിന്റെ അടുത്ത് വന്നിട്ട്, ഞങ്ങളപ്പാന്റെ ശിഷ്യനാ, ഞാൻ അസറിന്റെ ശേഷം നിങ്ങളെ വീട്ടിൽ വരാറുണ്ടായിരുന്നു ഉപ്പാനെ കാണാൻ, ഹദീസ് നോക്കാൻ. അന്ന് ഞാൻ ചെറുപ്പത്തിൽ കുട്ടിയായിരുന്നപ്പോ കണ്ട കാലാണ്. വർഷങ്ങൾക്ക് ശേഷം ദുബായിലെ സ്റ്റേജിൽ ഒരു പണ്ഡിതൻ പ്രസംഗിക്കുമ്പോൾ പിറകുന്ന കാല് വെച്ചിട്ടാണ് ഞാൻ ആളെ ഐഡന്റിഫൈ ചെയ്യുന്നത്. മാഷാ അല്ലാഹ്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലെ മഹാത്ഭുതങ്ങളല്ലെങ്കിൽ പിന്നെ എന്താ. മാതാപിതാക്കൾക്ക് അല്ലാഹു മഗ്ഫിറത്ത് ചെയ്യട്ടെ, അവരെ ഖബറുകള് അല്ലാഹു പ്രകാശം കൊണ്ട് നിറക്കട്ടെ. പാവപ്പെട്ട വാപ്പ, പാവപ്പെട്ട ഉമ്മ, മകനിങ്ങനെ സ്റ്റൈലായിട്ട് വീട്ടിൽ ഇങ്ങനെ ഇറങ്ങിപ്പോവാണ്. സ്റ്റൈലായിട്ട് കുപ്പായൊക്കെ ഇട്ട് രാവിലെ നല്ല പെർഫ്യൂമൊക്കെ അടിച്ച് ചുരുണ്ടുകൂടി കിടക്കുന്നുണ്ട്. അവിടെ ബാപ്പ ചുരുണ്ടുകൂടി കിടക്കുന്നുണ്ട്, കഫൻ തുപ്പുന്നുണ്ട്. താങ്ങിയിരുത്തോ നിങ്ങൾ കാശ് കൊടുക്കും? താങ്ങിയിരുത്തൂല. താങ്ങിയിരുത്താനൊരപ്പ, അത് നിങ്ങളെ സ്റ്റൈലിന് പറ്റില്ല. ആർക്ക് വേണം നിങ്ങളെ പണം? ആ മനുഷ്യനപ്പ ആവശ്യം നിങ്ങളെ കൈത്താങ്ങാണ്. നിങ്ങൾ കഞ്ഞി കോരി കൊടുത്താൽ സന്തോഷിക്കും, നിങ്ങൾ നെറ്റി തലോടി കൊടുത്താൽ ഭയങ്കരമായിട്ട് സന്തോഷിക്കും. എന്റെ മോന്, എന്റെ കുട്ടി, എന്റെ ചോര എന്നോർക്കും, പറയില്ല, ഉള്ളിലോക്കും. എന്റെ മോൻ എന്നെ താങ്ങി. കാലം മാറിപ്പോയി, വളരെ മാറി. മനുഷ്യന്റെ സ്വഭാവം മാറി, ചെറുപ്പക്കാരുടെ രീതി മാറി, മുതിർന്നവരുടെ രീതി മാറി, ആണുങ്ങളുടെ രീതി മാറി, പെണ്ണുങ്ങളുടെ രീതി മാറി. അങ്ങാടികൾക്ക് മാറ്റം, ഗ്രാമങ്ങൾക്ക് മാറ്റം, വീടുകളിൽ മാറ്റം. മാതാപിതാക്കളെ മാറോട് ചേർക്കണം. ആ ഓർമ്മകൾ നമുക്ക് തണലാകണം, നിഴലാകണം. മക്കള് മാതാപിതാക്കളെ കൊല്ലുന്ന കാലം, അവരെ വൃദ്ധസദനത്ത് കൊണ്ടുപോയിട്ട് അടക്കുന്ന കാലം, സ്നേഹശൂന്യതയുടെ കാലം, സ്നേഹനിരാസത്തിന്റെ കാലം. വീടുകൾക്കകത്ത് ഇരുട്ട് കട്ട പിടിച്ച് വന്നുകൊണ്ടിരിക്കണം, വെളിച്ചം പുറത്താണ്. വീടുകൾക്കകത്ത് കൂരിരുട്ടാണ്, കൂരിരുട്ട്. എല്ലാ ജാതിയും സമുദായവും ഇതിനെതിരെ നിലകൊള്ള മനുഷ്യത്വം കൊണ്ടുവരാൻ നോക്കുക, നൈതിക മൂല്യങ്ങൾ കൊണ്ടുവരാൻ നോക്കുക. ഇതൊരു പ്രത്യേക സമുദായമോ ഒരു പ്രത്യേക മതമോ ഒന്നും അല്ലാതെ എല്ലാ വിഭാഗം ആളുകളും ഒന്നിച്ചു നിൽക്കുക എത്തിക്സിന് വേണ്ടി. മാതാവിനെ മനസ്സിലാക്കി കൊടുക്കുന്ന ഒരവസ്ഥ വരട്ടെ, പിതാവിനെ മനസ്സിലാക്കി കൊടുക്കുന്ന ഒരവസ്ഥ വരട്ടെ. ചിന്തിക്കണം. 9.5 മാസം ഗർഭത്തിൽ കിടന്നപ്പോ പാവപ്പെട്ട സ്ത്രീ കമഴ്ന്ന് കിടന്നപ്പോ പറഞ്ഞു, എന്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കും. നിങ്ങളും ഞാനും ഗർഭത്തിൽ കിടന്നപ്പോഴേ ഉമ്മ പറഞ്ഞ വാക്കാണ്. കമഴ്ന്ന് കിടന്നപ്പോ ഉമ്മ പറഞ്ഞു, എന്റെ കുട്ടിക്ക് എന്തെങ്കിലും പറ്റും. അപ്പൊ കമഴ്ന്ന് കിടക്കണം. മലർന്ന് കിടന്നാലോ എന്റെ കുട്ടിക്ക് എന്തെങ്കിലും പറ്റും. ചെരിഞ്ഞിടന്നാലോ അന്നും വേണമായിരുന്നു കുട്ടിക്ക് ഊർജം, അന്നും വേണമായിരുന്നു ആഹാരം, അന്നും വേണമായിരുന്നു ശ്വാസം. മാതാവിന്റെ ചോരയിൽ നിന്ന് അതൊക്കെ വലിച്ചു കുടിച്ചു. ഇപ്പൊ വലിയ യോഗ്യനായി മാറിയവൻ 9.5 മാസം പാവപ്പെട്ട ഉമ്മയുടെ രക്തത്തിൽ നിന്ന് ആഹാരം സ്വീകരിച്ചു, ഊർജം സ്വീകരിച്ചു. പാവപ്പെട്ട ഉമ്മയുടെ എല്ലാ മതത്തിലും സമുദായത്തിലും മാതാവിനെ പറഞ്ഞിരിക്കണം. നൈരുച്യം തനുശോഷണം മലമയി ശയ്യാച്ച സാമ്പൽസരി. എന്നെ ഗർഭം ചുമന്നപ്പോ അമ്മക്ക് ഭക്ഷണത്തോട് രുചിയില്ലായ്മ തോന്നിയിരുന്നില്ലേ? അമ്മ മെലിഞ്ഞു പോയിരുന്നില്ലേ?
അമ്മ മലമൂത്രത്തെ കിടക്കയാക്കിയില്ലേ എന്ന് ശ്രീശങ്കരൻ തന്റെ അമ്മയോട് ചോദിച്ചത് ഈ കേരളത്തിലാണ്. അമ്മേ, എന്നെ ഗർഭത്തിലായിരുന്നപ്പോ നൈ രുചി, അമ്മക്ക് ഭക്ഷണത്തിന് രുചിയില്ലായ്മ തോന്നിയിരുന്നോ? തന്നു ശോഷണം എന്നിട്ട് അമ്മ മെലിഞ്ഞിരുന്നു. അമ്മേ, മലമയി ശയ്യാച്ച, എന്റെ മലമൂത്രത്തെ അമ്മ കിടക്കാക്കിയിരുന്നോ? ശയ്യ, മലമയി ശയ്യാച്ച, എന്റെ മലമൂത്രത്തെ അമ്മ കിടക്കാക്കിയില്ലേ? അതിലല്ലേ അമ്മ കിടന്നിരുന്നത്? അമ്മേ, ഒരു കാലത്തും എനിക്കതിന് നന്ദി ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്ന ഒരു മകനെ നൊന്തുപെറ്റ നാടാണ് ഈ കേരളം എന്നുള്ളത് ഓർക്കണം. 9.5 മാസം മാതാവിന്റെ ശരീരത്തിൽ നിന്ന് ഒരു കേബിള് വയറിട്ടു സർവശക്തനായിട്ടുള്ള കാരുണ്യവാൻ. കേബിള് വയറെടുത്തു, വയറ്റത്തേക്ക് കുത്തി, മാതാവിന്റെ ശരീരത്തിൽ നിന്ന് ആഹാരം വലിച്ചെടുത്തു. ഉമ്മ കഴിക്കണ കഞ്ഞി, ഉമ്മ കഴിക്കണ ചോറ്, ഉമ്മയും അമ്മയും കഴിക്കണ വെള്ളം, ഉമ്മ കഴിക്കണ ചക്കക്കൂട്ടാന്. ഇന്നവന് ചക്കയോട് പുച്ഛാണ്, ഇന്നവന് കഞ്ഞിയോട് പരമപുച്ഛമാണ്. അവൻ 9.5 മാസം നിലനിർത്തിയത് ആരോഗ്യവും ആഹാരവുമാണ്. ജനിച്ചപ്പോ വയറ്റുന്നൊരു നാരുമായിട്ട് ജനിച്ചു. കാണാൻ നല്ല സ്റ്റൈലുള്ള കുട്ടി, പക്ഷെ സ്റ്റൈലില്ലാത്തൊരു സാധനം. അതെന്താ? വയറ്റത്ത് ഒരു നാര്. അതാ കേബിൾ വയറിന്റെ ബാക്കിയാണ്. മാതാവിന്റെ ശരീരത്തിൽ നിന്ന് ആഹാരം വലിച്ചു കൊടുക്കാൻ കാരുണ്യവാനായിട്ടുള്ള സൃഷ്ടാവ് ഏർപ്പെടുത്തിയ സംവിധാനം. ജനിച്ചപ്പോൾ ഒരു നാരോടുകൂടി ജനിച്ചു. പിന്നെ ആ നാര് ഉണങ്ങിപ്പോയി. നാര് ഉണങ്ങിപ്പോയപ്പോഴും അതിന്റെ പാട് ബാക്കിയായി. പൊക്കിൾക്കുഴി. മാതാവിനെ ചവിട്ടാൻ നീ കാലോങ്ങുമ്പോ, കൊല്ലാൻ കഴുത്ത് മുറുക്കുമ്പോ, നിന്റെ നാഭിയിലിരുന്ന് നിന്റെ പൊക്കിൾ കൊഴി തേങ്ങിക്കരയണം എന്ന് സർവശക്തനായ കാരുണ്യവാൻ വിധിച്ചിരിക്കുന്നു. യോഗ്യനായ മകൻ സ്റ്റൈലിൽ പോകുമ്പോ ഒരു ചെറിയ ആഗ്രഹം പ്രകടിപ്പിച്ചു. മോനെ, നീ വരുമ്പോ എന്റെ മരുന്ന് കൊണ്ടോ എന്ന് ഞരക്കത്തിലും മൂളക്കത്തിലും വാപ്പ ചോദിച്ചു. മകനത് ഇഷ്ടമായി. നീ അവരോട് എന്ന് പോലും പറയരുത്. നീ അടിക്കുക നോവിക്കുന്നല്ല, നിന്റെ ഒരു വാക്ക് പോലും നൊന്തുപോവും. പറയരുത്, വിഷമുണ്ടാക്കരുത്, ഒരിക്കലും വിഷമിപ്പിക്കരുത്, മനസ്സ് വിഷമിപ്പിക്കരുത്. നിന്റെ എല്ലാ വാതിലും അടഞ്ഞു പോവും. നിന്റെ പിതാവും നിന്റെ മാതാവും വിഷമിച്ച നിന്റെ സകല വാതിലും അടഞ്ഞു പോവും. അള്ളാഹു നമ്മുടെ മാതാപിതാക്കളോടൊപ്പം പരിശുദ്ധ റസൂലിന്റെ അടുക്കൽ ഒരുമിച്ച് കൂട്ടട്ടെ. ക്യാ ഖബർ കിസ്കോ ജബ് ജാമെ കൗസർ മില. ആരറിഞ്ഞു എപ്പോഴാണ് ഹൗലുൽ കൗസറിലെ പാനീയം ലഭിച്ചത്? അള്ളാഹു ആ കോപ്പ നമ്മുടെ ഒക്കെ കയ്യിൽ തരുമാറാകട്ടെ. വലിയൊരു വിളമ്പലുകാരൻ നിൽക്കുക, സല്ലല്ലാഹു അലൈഹി വസല്ലം. കോടാനുകോടി പാത്രത്തിന് വേണ്ടി നിൽക്കുക ഹൗലുൽ കൗസറിങ്കിൽ. കോടാനുകോടി പാത്രം, നക്ഷത്രങ്ങളെ പോലെ പാത്രം എന്നാണ് ഹദീസിൽ. നക്ഷത്രങ്ങളെ പോലെ തിളങ്ങും ഹൗലുൽ കൗസറിലെ പാത്രം. എല്ലാവരും കൂടി കാത്തു നിൽക്കണം. क्या खबर किसको जब जामे कौसर मिला, हम तो उनकी अदा देखते रह गए. നമ്മൾ വിളമ്പുന്ന പുണ്യ റസൂലിനെ നോക്കി നിന്നു. നമ്മൾ കോപ്പ മറന്നുപോയി, കുടിക്കാനുള്ള പാനീയം മറന്നു. ആർക്ക് കിട്ടി, എപ്പോ കിട്ടി നോക്കിയില്ല. നമ്മൾ വിളമ്പുന്ന ആളെ നോക്കി നിന്നുപോയി. സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്ഭുതം. യഥാർത്ഥത്തിൽ അതല്ലേ സംഭവിക്കുക? ഇത് എഴുതിയ ആൾ എത്ര വലിയ മഹാൻ! അതല്ലേ യഥാർത്ഥത്തിൽ സംഭവിക്കുക. റസൂലുള്ളാഹിനെ കാണുമ്പോൾ നേരിട്ട് അടുത്ത് നിൽക്കുന്നു. അള്ളാഹു എത്തിക്കട്ടെ. ഹൗദുൽ കൗസറിലെ കോപ്പ, വെള്ളം, അതിന്റെ മാധുര്യമൊക്കെ ഉണ്ട്. തേനിനേക്കാൾ മധുരം, പാലിനേക്കാൾ വെളുപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ എന്താ നോക്കുക? ആ വിളമ്പാൻ നിൽക്കുന്ന ലോകാനുഗ്രഹം,
സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ നോക്കി നിന്നുപോയി. സിദ്റത്തുൽ മുൻതഹ ദേഖ്തേ രഹ് ഗയേ. മസ്ജിദുൽ അഖ്സയിൽ ഇമാമത്ത് നിന്നു. മുഖ്തദി മുഖ്തദ ദേഖ്തേ രഹ് ഗയേ. സൂറത്തെ മുസ്തഫ ദേഖ്തേ രഹ് ഗയേ. അതൊന്നും നമ്മളെ ബാധിക്കണതല്ല. നമുക്ക് മസ്ജിദുൽ അഖ്സയിലെ ഇമാമത്തേക്ക് പ്രവേശനം കിട്ടിയവരല്ല. നമ്മള് സിദ്റത്തുൽ മുൻതഹയിൽ ജിബ്രീൽ നോക്കി നിന്ന പോലെ നോക്കി നിൽക്കാൻ അവസരമുള്ളവരല്ല. നമുക്ക് വരാൻ പോണ ഒരു അവസരം അല്ലാഹു നൽകട്ടെ. അതാണ് ഇപ്പൊ പറയുന്നത്. क्या खबर किसको जब जामे कौसर मिला, हम तो उनकी अदा देखते रह गए. नेको बद पर हुआ उनका यकसां करम. നല്ലവരിലും ചീത്തയായവരിലും ഒരുപോലെ അവിടുന്ന് കരുണ കാട്ടി, ഔദാര്യവും കാട്ടി. സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോക് അച്ഛാ ബുരാ ദേഖ്തേ രഹ് ഗയേ. നല്ലവരും ചീത്തയായവരും ഒരുപോലെ നോക്കിക്കൊണ്ട് നിന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓക്കെ ഗുമ്മേ നസീം ഉൻകെ ജൽവോ മേ ഹം. അവിടുത്തെ പ്രകാശധാരയിൽ മുങ്ങിപ്പോയിക്കൊണ്ട് നമ്മളെല്ലാവരും ഷാനെ റബ്ബുൽ ഉലാ ദേഖ്തേ രഹ് ഗയേ. അള്ളാഹുവിന്റെ മഹത്വം നമ്മൾ നോക്കിക്കൊണ്ടേ നിന്നു. അള്ളാഹുവിങ്കിലേക്കൊരു പാലം പണിയാൻ, അള്ളാഹുവിങ്കിലേക്കൊരു മാർഗം തരാൻ, അള്ളാഹുവിന്റെ തൗഹീദിനെ ഉൾക്കൊള്ളാൻ, അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ, അവനോട് ആവലാദികൾ ഏറ്റുപറയാൻ, അവന്റെ സ്വർഗത്തിൽ നാളെ പ്രവേശിക്കാൻ, അവന്റെ പൊരുത്തവും പ്രീതിയും ലഭ്യമാക്കാൻ. ഓക്കെ ഗുമ്മേ നസീം ഉൻകെ ജൽവോ മേ ഹം ഷാനെ റബ്ബുൽ ഉലാ ദേഖ്തേ രഹ് ഗയേ. പരിശുദ്ധനായ അല്ലാഹുവിന്റെ മഹാത്മ്യം നമ്മൾ നോക്കിക്കൊണ്ടേ നിന്നു. അല്ലാഹനെ മനസ്സിലാക്കാൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാനുള്ള മാർഗം പരിചയപ്പെടുത്താൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. യാ റബ്ബ് മദീനെ മേ ജാനാ നസീബ് ഹോ. യാ റബ്ബ് മദീനെ മേ ജാനാ നസീബ് ഹോ. റബ്ബേ ഒന്ന് മദീനയിൽ പോകാൻ നസീബുണ്ടാകണേ എന്ന് എഴുതിയ ഉറുദു കവി രണ്ടാമത്തെ വരി എഴുതി വെച്ചത് എന്താണെന്നറിയോ? ജാനാ നസീബ് ഹോ ഫിർ ന ആനാ നസീബ് ഹോ. പോകാൻ നസീബുണ്ടാകണേ, പോയിട്ട് വരാൻ നസീബുണ്ടാകരുതേ. യാ റബ്ബ് മദീന മേ ജാനാ നസീബ് ഹോ. റബ്ബേ മദീനയിൽ പോകാൻ നസീബുണ്ടാകണേ. ജാനാ നസീബ് ഹോ ഫിർ ന ആനാ നസീബ് ഹോ. പോകാൻ നസീബും ഭാഗ്യവും തരണേ, പോയിട്ട് മടങ്ങി വരാൻ നസീബ് തരരുതേ, അവിടെ തന്നെ വെച്ച് മരണം തരയണമേ എന്നാണ് ഒരു കവി ദുആ ചെയ്യുന്നത്. മദീനയിൽ വെച്ച് ആര് മരിച്ചാലും ഖബർ എവിടെയെന്നറിയോ? ബഖീലാണ്. ഇപ്പോഴും ആര് മരണപ്പെട്ടാലും രണ്ടാമതൊരു ഖബർസ്ഥാനില്ല. റസൂലുള്ളാഹിന്റെ കുടുംബം കിടക്കണേ, സഹാബത്ത് കിടക്കണേ, ഫാത്തിമ കിടക്കണേ, ആയിഷ കിടക്കണേ, ഉസ്മാൻ റളിയല്ലാഹു അൻഹും കിടക്കണേ, ഇമാം ഹസൻ കിടക്കണേ, സ്വർഗത്തിന്റെ സന്തോഷ വൃത്താന്തം അറിയിക്കപ്പെട്ടവരൊക്കെ കിടക്കണേ. അപ്പോ എങ്ങനെ പുതിയ ഖബറിന് സ്ഥലം? അത് കുറെ അങ്ങനെ കഴിയുമ്പോൾ ഖബറുകൾ അങ്ങനെ മാറും. അവിടെ ഈ ഖബറുകൾക്ക് മാത്രമേ മാറ്റമില്ലാത്തുള്ളൂ, പുതിയ ഖബറൊക്കെ മാറും. ഈ ഖബറുകളൊക്കെ അങ്ങനെ തന്നെ, അതിപ്പോഴും അങ്ങനെ തന്നെ, അതെന്നും അങ്ങനെ തന്നെ. ബാക്കി പുതിയ ഖബറിന്റെ സ്ഥലങ്ങൾ അവിടുന്ന് കുറെ വിട്ടിട്ടാണ്. പക്ഷെ ഒറ്റ ഖബർസ്ഥാനാണ് ബഖീഅ്. ബഖീഅയിലുള്ളവർക്ക് പരിശുദ്ധ റസൂൽ ശുപാർശകനാകുമെന്ന് ഹദീസ് സല്ലല്ലാഹു അലൈഹി വസല്ലം.
ഖിയാമത്തിൽ ഖബർ പൊട്ടിപ്പൊളരുമ്പോ ആദ്യമായിട്ട് ഭൂമിയിൽ നിന്ന് എഴുന്നേൽക്കുന്നത് ഞാനായിരിക്കും. പിന്നെ എന്റെ കൂടെ ബഖീഇലുള്ളവർ എഴുന്നേൽക്കുമെന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരേ ഒരു ആദർശത്തെ, ഒരേ ഒരു സംസ്കാരത്തെ ലോകത്ത് സ്ഥാപിച്ചു പോയി. സംസ്കരണം നൽകിപ്പോയി, സന്മാർഗം തന്നു, അള്ളാഹുവിനെ മാനവകുലത്തിന് പരിചയപ്പെടുത്തി, മനുഷ്യരാശിക്ക് നിർമാർഗം കാട്ടി, നീതിയെ സ്ഥാപിച്ചു, സത്യത്തെ ലോകത്തിന് കാണിച്ചു കൊടുത്തു പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന്റെ എല്ലാം ഫലമായിട്ട് ലോകത്തിന്ന് പരന്നേ കിടക്കുന്ന ഈ വലിയ സംസ്കാരത്തിന്റെ അധിപനും അതിന്റെ മാർഗദർശിയുമായി പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. ഇന്ന് ലോകത്തതാ ബാങ്കിലൂടെ അവിടുത്തെ പേര് മുഴങ്ങുകയാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഇത്രയേറെ ലോകത്തൊരു പേരും മുഴക്കപ്പെടുന്നില്ല എന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ലോകത്തൊരു നേതാവിനെ ലോകത്ര അനുസ്മരിക്കുന്നില്ല എന്ന് ഈ ഉമ്മത്തി എന്ന് പറയുന്നു എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഒരു നേതാവിനെ ലോകത്ത് ഇത്രയേറെ ഡെയിലി പേരിങ്ങനെ പറഞ്ഞ് മുഹമ്മദ് 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 മുഹമ്മദ്. ഒരാള് ശൂന്യാകാശത്തിൽ സഞ്ചരിക്കട്ടെ, എന്നിട്ട് ഭൂമിയെ നിരീക്ഷിക്കട്ടെ, ഞാൻ പറയാം ഒരു സെക്കൻഡ് ഒഴിവുണ്ടാവില്ല നബിയുടെ പേര് പറയപ്പെടാത്ത സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ എന്നാ അറിയില്ല, ശൂന്യാകാശത്ത് പോയിട്ട് ഭൂമിയെ നിരീക്ഷിക്കുക. ഞാൻ അതിന്റെ ചെറിയൊരു ഉദാഹരണം പറയാം. ഇന്തോനേഷ്യയില് സുബഹിയുടെ ബാങ്ക് മുഴങ്ങിയിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് ജക്കാർത്തയിൽ, പിന്നെ സുമാത്രയിൽ സുബഹി, പിന്നെ മലേഷ്യയിൽ സുബഹി. ജക്കാർത്തയിൽ സുബഹി കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ബംഗ്ലാദേശിലെ ഡാക്കയിൽ സുബഹി, ഡാക്കയിൽ കഴിഞ്ഞിട്ട് കൽക്കട്ടയിൽ സുബഹി, മുംബൈയിൽ സുബഹി. ഇന്ത്യ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും പിന്നെ സുബഹിയായി. ശ്രീനഗറിൽ സുബഹിയായി. അതേ സമയത്ത് അല്ലാമ ഇക്ബാലിന്റെ ഗ്രാമമായ സിയാൽകോട്ടിൽ സുബഹി. ഒരു സുബഹിക്കാണ് അല്ലാമ മരണപ്പെടുന്നത്. പരിശുദ്ധ റസൂലിനെ അങ്ങേയറ്റം സ്നേഹിച്ച അല്ലാമ സുബഹിന്റെ ബാങ്ക് മുഴങ്ങുമ്പോഴാണ് ഈ ലോകത്തെന്ന് അറിയുന്നത്. അവിടെ ബാങ്കായി. അത് കഴിഞ്ഞ് അഫ്ഗാനിസ്ഥാനിലെ സുബഹി, അത് കഴിഞ്ഞ് മസ്കത്തിൽ സുബഹി, അത് കഴിഞ്ഞ് ബഗ്ദാദിൽ സുബഹി, അത് കഴിഞ്ഞ് ഹിജാസില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അന്ത്യവിശ്രമത്തിന്റെ മണ്ണില് മദീനയിലും മക്കയിലും സുബഹി, ദുബായ് അബുദാബി അടങ്ങുന്ന UAE സുബഹി, ബഗ്ദാദിൽ സുബഹി കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഈജിപ്തിലെ അലക്സാണ്ട്രിയയിൽ സുബഹി, അലക്സാണ്ട്രിയയിലും ഇസ്തംബൂളിലും ഒരേ സമയം സുബഹി, പിന്നെ സിറിയയിലും സോമാലിയയിലും സുഡാനിലും സുബഹി, പിന്നെ ലിബിയയിലും ടുണീഷ്യയിലും സുബഹി. അപ്പോഴേക്ക് ഇന്തോനേഷ്യയിൽ ളുഹറായി. മനസ്സിലാക്കണേ, ഇന്തോനേഷ്യയിൽ ളുഹറായി. ഇവിടെ സുബഹി തീർന്നിട്ടില്ല. ആഫ്രിക്കയിൽ സുബഹിയാണ്. അവിടെ നിന്ന് അങ്ങോട്ട് അമേരിക്കയിലേക്കൊക്കെ പോകുമ്പോ രാത്രിയാണ്. അവിടെ സുബഹിയാണതിന് മുമ്പ് ജക്കാർത്തയിലെ മുഅദ്ദിൻ വീണ്ടും മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയാൻ ളുഹറായി. ഡാക്കയിൽ ളുഹറാവുമ്പോ കിഴക്കൻ ഇന്തോനേഷ്യയിലെ അസ്റായി. ഡാക്കയിലെ മുഅദ്ദിൻ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറയുമ്പോ സൗത്ത് ഇന്തോനേഷ്യയിലെ മുഅദ്ദിൻ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറയുന്നുണ്ട്. രണ്ടും രണ്ട് നേരാ. അവിടെ അസ്റായി. ഇന്തോനേഷ്യയിലെ ഇശ ആവുമ്പോ ആഫ്രിക്കയിൽ സുബഹി ബാങ്ക് കൊടുക്കണേ ഉള്ളൂ. സെക്കൻഡ് സെക്കൻഡ് മുഹമ്മദ് മുഹമ്മദ് മുഹമ്മദ്. ഇത് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ആലോചിക്കണ്ടേ? മരിച്ചു പണിന് മുമ്പ് എപ്പോഴെങ്കിലും ഒരുപാട് ഹീറോകളല്ലേ നിങ്ങൾ ചിത്രം വരച്ച് വെച്ചിട്ട് കൊണ്ടു നടക്കുന്നത്? നിങ്ങളല്ലേ അങ്ങാടി കവലകളിൽ മുഴുവൻ ഹീറോകളെ നിറച്ചു വെച്ചിരിക്കുന്നത്? അവരല്ലേ നിങ്ങളുടെ വീരപുരുഷന്മാർ? പ്രപഞ്ചം മുഴുവൻ മുഴങ്ങുന്ന നാമധേയമേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം.
ഒരാള് ശൂന്യാകാശത്തേക്ക് ഇതിനു വേണ്ടി മാത്രം ഒരു പേടകമുണ്ടാക്കിയിട്ട് പോയി എന്ന് വെക്കട്ടെ. ഇത് ഞാൻ എവിടെയും വായിച്ചിട്ട് പറയല്ല, ഞാൻ എൻ്റെ മനസ്സെന്ന് അള്ളാന്റെ തൗഫീഖ് കൊണ്ട് പറയാണ്. ഞാൻ റസൂലുള്ളാഹിനെ മദ്ഹ് ചെയ്യാൻ വേണ്ടി പറയണം, സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് ഒരു പ്രത്യേക ഓഡിയോ സിസ്റ്റം വെച്ചിട്ട് ഭൂമിയിലെ ശബ്ദ തരംഗങ്ങളൊക്കെ പിടിച്ചെടുക്കുന്ന അതിശക്തമായ ഇൻട്രിക്കേറ്റ് ടെക്നിക്കൽ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഓഡിയോ സംവിധാനം വെച്ചുകൊണ്ട് ഭൂമിയിലെ ശബ്ദ തരംഗങ്ങളകിലവും പിടിച്ചെടുക്കുന്ന ഒരു യന്ത്ര സംവിധാനം വെച്ചുകൊണ്ട് നാളെ ശാസ്ത്രം പുരോഗതി പ്രാപിച്ച ശേഷം ഏതാനും മുഹിബ്ബുർ റസൂലുകൾ, പ്രവാചക സ്നേഹികൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ശൂന്യാകാശത്തേക്ക് ഒരു ഉപഗ്രഹം ഉണ്ടാക്കി അതിൽ യാത്ര ചെയ്തിട്ട് അവര് ഭൂമിയിലെ ശബ്ദം പിടിച്ചെടുക്കട്ടെ. ഓരോ സെക്കൻഡിലും അവർക്ക് ഭൂമിയിൽ നിന്നൊരു പേര് മാത്രം മുഴങ്ങുന്നത് കേൾക്കാം. അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ചൈനയിലെ മൂക്ക് പതിഞ്ഞ മുഅദ്ദിനും ആഫ്രിക്കയിലെ ആജാന ബാഹുവായ നീഗ്രോ മുഅദ്ദിനും അമേരിക്കയിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്ന മുഅദ്ദിനും ലണ്ടനിലെ മുഅദ്ദിനും ഇന്ത്യക്കാരനായിട്ടുള്ള മുഅദ്ദിനും മലേഷ്യക്കാരനായ മുഅദ്ദിനും ലോകം മുഴുവനും അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലാ മുഹമ്മദ്. ബാങ്കിനെ പറ്റി പറയുമ്പോ ലോകത്തൊരു വലിയ ബാങ്കുകാരനെ ഓർത്തുപോകും. ഉമയ്യത്ത് ബിൻ ഖലഫ് എന്ന ഖുറൈശി മുശ്രിക്കിന്റെ നേതാവിൽ നിന്ന് വെറും 10 ദീനാർ കൊടുത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിലക്കെടുത്ത് മോചനം നൽകിയ സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹു. ഉമയ്യത്ത് ബിൻ ഖലഫിന്റെ അടിമയായിരുന്നു ബിലാൽ. അടിച്ച് മർദ്ദിച്ച് എല്ലാ പീഡനങ്ങളും ഏൽപ്പിച്ചു കൊടുക്കുമ്പോ അബൂബക്കർ സിദ്ദീഖ് ചെന്നിട്ട് പറയാണ്, ഞാൻ കാശ് തരാം, സ്വതന്ത്രനാക്കോ? അപ്പോഴാണ് ഉമയ്യത്ത് ബിൻ ഖലഫ് പറയണത്, ഖുദുഹു വലൗ ബിഅശറത്തി ദീനാർ, വല്ല 10 ദീനാറും തന്ന് കൊണ്ടുപോയിക്കോ. അല്ലാഹ്, ഒന്ന് ആലോചിച്ച് നോക്കൂ, വല്ല 10 ദീനാർ കൊടുത്ത് കൊണ്ടുപോടോ നിന്റെ ഈ കാഫിരിയെ. ബിലാൽ, വല്ലാഹി ലൗ ജഅൽത തമനഹു 100,000 ദീനാറിൻ ലശ്തറൈതുഹു മിൻക. സിദ്ദീഖുൽ അക്ബർ അതിന് മറുപടി പറഞ്ഞു, 100 ദീനാറാണ് നീ വില പറയുന്നതെങ്കിലും ഞാൻ നിനക്ക് തരും. ബിലാൽ, വിലക്കെടുക്കല്ല, മർദ്ദനത്തിൽ നിന്നൊരു മോചനം കൊടുക്കാനാണ്. ആ സമയത്താണ് ഖുർആന്റെ ആയത്തിറങ്ങുന്നത്, വസയുജന്നബുഹൽ അത്ഖാ അല്ലദീ യുതി മാലഹു യതസക്കാ വമാ ലിഅഹദിൻ ഇൻദഹു മിൻ നിഅമത്തിൻ തുജ്സാ ഇല്ല ഇബ്തിഗാഅ വജ്ഹി റബ്ബിഹിൽ അഅലാ വലസൗഫ യർദാ. ബിലാലിനെ കാശ് കൊടുത്തിട്ട് സിദ്ദീഖുൽ അക്ബർ വാങ്ങുമ്പോൾ ജിബ്രീൽ ഖുർആന്റെ ആയത്തുമായിട്ട് വരികയാണ്. ആരാണ് ഈ മെച്ചപ്പെട്ട് ശിക്ഷയിൽ നിന്ന് മോചനം നേടുന്ന ആളുകൾ? സംസ്കരിക്കപ്പെടാൻ വേണ്ടിയിട്ട് കാശ് മുടക്കണവരാണ്, പണം ചെലവഴിക്കണവരാണ്, നല്ല മാർഗത്തിൽ പണം സമ്പത്ത് ചെലവഴിക്കുന്നവരാണ്. അത് വേറെന്തിനെങ്കിലും കിട്ടാനല്ല, അത്യുന്നതനായ റബ്ബിന്റെ പ്രീതി മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് അവർ തൃപ്തിപ്പെടുകയും ചെയ്യുമെന്ന് സൂറത്തുൽ ലൈലിലെ 17 മുതൽ 21 വരെയുള്ള ആയത്തുകൾ ഇറങ്ങി. പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാലിനോട് പറയാറുണ്ടായിരുന്നു, യാ ബിലാൽ അഖ്മിസ് സ്വലാത്ത അരിഹനാ ബിഹാ. ഏ ബിലാലേ, ബാങ്ക് കൊടുക്ക്. ചിലപ്പോ ബാങ്ക് കൊടുക്കെന്നും പറയില്ല, അർഹിനി യാ ബിലാൽ, ബിലാലെ എന്നെ ആനന്ദിപ്പിക്കും. അല്ലാഹ്, ബിലാലെ എന്നെ ആനന്ദിപ്പിക്കും എന്ന് പറഞ്ഞ ബാങ്കാണ് ഉദ്ദേശിക്കുന്നത്. നിസ്കാരാണ് ആനന്ദം, നിസ്കാരാണ് അടയാളം, നിസ്കാരാണ് അഭിമാനം, നിസ്കാരമുള്ള ആണാണ് വിജയി, നിസ്കാരമുള്ള പെണ്ണാണ് കുടുംബത്തിന്റെ മൂലധനം. നിസ്കരിക്കാത്ത പുരുഷൻ ശപിക്കപ്പെട്ടത്, നിസ്കരിക്കാത്ത പെണ്ണ് ശപിക്കപ്പെട്ടത്, നിസ്കരിക്കാത്ത പെണ്ണുണ്ടാക്കുന്ന ആഹാരം ശപിക്കപ്പെട്ടത്.
എല്ലാം നിസ്കാരമാണ്. യാ ബിലാൽ അരിഹിനി, ബിലാലെ എന്നെ സന്തോഷിപ്പിക്കൂ. ഒരു ദിവസം പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാലിനോട് പറയുകയാണ്, യാ ബിലാൽ, ബിലാലെ ഹദ്ദിഥനി, എനിക്കൊന്ന് പറഞ്ഞു താ, ബി അർജാ അമലിൻ അമിൽതഹു ഫിൽ ഇസ്ലാം ഫഇന്നി സമിഅതു ദഫന അലൈക ബൈന യദയ്യ ഫിൽ ജന്ന. ബിലാലെ, സ്വർഗത്തിലേക്ക് നിങ്ങളെ എത്ര പെട്ടെന്ന് എത്തിച്ച ആ കർമ്മം നിങ്ങൾ ചെയ്യുന്നത് എന്തെന്ന് എനിക്ക് പറഞ്ഞു തരുമോ ബിലാലെ? എന്റെ മുമ്പിലൂടെ നിങ്ങൾ നടന്നു പോകുന്നതിന്റെ ശബ്ദം, നിങ്ങളുടെ ചെരുപ്പിന്റെ ശബ്ദം ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ടുവെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് ആലോചിച്ച് നോക്കണം. അടികൊണ്ട് ഇടികൊണ്ട് മർദ്ദിച്ച് അവശനാക്കപ്പെട്ട് 10 ദീനാർ കൊടുത്ത് കൊണ്ടുപോടോ എന്ന് പറഞ്ഞ് വിലയില്ലാതെ ആക്കിയ, നാട്ടുകാർക്കൊരു വിലയില്ലാതായ മനുഷ്യൻ, ആ മനുഷ്യനോട് അള്ളാന്റെ റസൂല് അങ്ങോട്ട് ചോദിക്കുക, ബിലാലെ ഒന്ന് പറഞ്ഞു തരുമോ, നിങ്ങൾ എങ്ങനെ എത്ര പെട്ടെന്ന് സ്വർഗത്തിലെത്തിയത്? ഞാൻ നിങ്ങളുടെ ചെരുപ്പിന്റെ ഒച്ച കേട്ടു സ്വർഗത്തുനിന്ന്. ബൈന യദയ്യ, എന്റെ മുമ്പില്. മിഅ്റാജിന്റെ രാത്രി ഉണ്ടായ അനുഭവമാണ് റസൂലുള്ളാഹി പറയുന്നത്. എന്റെ മുമ്പിൽ ബിലാൽ നടക്കുന്നതിന്റെ ശബ്ദം ഞാൻ കേട്ടു. എന്താണ് അമല്, എന്ത് പ്രവൃത്തിയാ നിങ്ങൾ അല്ലാഹുവിന്റെ അടുക്കൽ ഇത്ര ഉന്നത സ്ഥാനത്ത് എത്തിച്ചത്? ബിലാലെ ഹദ്ദിസ്നി, എനിക്ക് പറഞ്ഞു താ ബിലാലെ എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബിലാൽ മറുപടി പറയുകയാണ്, മാഅമിൽതു അമലൻ അർജാ ഇൻദി മിൻ അന്നി ലം അതതഹറു തുഹൂറ ഫീ സഅത്തിൻ മിൻ ലൈലിൻ ഔ നഹാരിൻ ഇല്ലാ സല്ലൈതു ബിദാലിക തുഹൂറി വമാ കുതിബ അലയ്യ അൻ ഉസല്ലി. ഞാൻ ഒരു ഒന്നുകൊണ്ട് രാത്രിയും പകലും ചിലപ്പോൾ കഴിച്ചുകൊടുക്കും. അതുകൊണ്ട് എനിക്ക് നിർബന്ധമാക്കപ്പെട്ട നിസ്കാരമൊക്കെ നിസ്കരിക്കും എന്ന് പറഞ്ഞാൽ രാപ്പകല് ബിലാലിന് ഒതുണ്ടായിരുന്നു. ചമക് ഉഠാ ജോ സിതാരേ തെരേ മുഖദ്ദർ കാ, ചമക് ഉഠാ തെരേ ജോ സിതാരേ മുഖദ്ദർ കാ, ഹബ്ശ് സേ തുജ്കോ ഉഠാകർ ഹിജാസ് മേ ലായാ. അല്ലാമ ഇഖ്ബാൽ ബിലാലിനെ പറ്റി പറയുകയാണ്, നിങ്ങളുടെ ഭാഗ്യനക്ഷത്രം തെളിഞ്ഞ് കത്തുന്നു ബിലാലെ. ആ ഭാഗ്യനക്ഷത്രമാണ് നിങ്ങളെ എത്യോപ്യയിൽ നിന്ന് പിടിച്ചു വലിച്ചു കൊണ്ടുവന്ന് ഹിജാസിൽ നിക്ഷേപിച്ചത്. അള്ളാന്റെ റസൂലിന്റെ അടുക്കലേക്ക് ആഫ്രിക്കയിലെ എത്യോപ്യയിൽ നിന്ന് നീഗ്രോയായ ബിലാലിനെ പറിച്ചു കൊണ്ടുവന്ന് ഹിജാസിന്റെ മണ്ണിലേക്ക് നിങ്ങളെ നിക്ഷേപിച്ച ആ ഭാഗ്യനക്ഷത്രം എന്നും ജ്വലിച്ച് കത്തുകയാണ്. हुई उसी से तेरे गम कदे की आबादी, तेरी गुलामी का सदके हजार आजादी. ഏ ബിലാലെ, എത്യോപ്യയിൽ നിന്ന് നിങ്ങളെ കൊണ്ടുവന്ന് ഹിജാസിൽ നിക്ഷേപിച്ച നിങ്ങളുടെ ഭാഗ്യനക്ഷത്രം ജ്വലിച്ചു നിൽക്കുകയാണ്. ഭാഗ്യം എന്ന രീതി അല്ലാമ ഇഖ്ബാലിനെ പോലുള്ള മനുഷ്യന്മാർക്ക് അത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അല്ലാമ ഇഖ്ബാൽ മഹാജ്ഞാനിയാണ്, അതൊന്നും എല്ലാവർക്കും മനസ്സിലാവില്ല. എത്യോപ്യയിൽ അടിമപ്പണി ചെയ്തിരുന്ന ഒരു മനുഷ്യനെ എങ്ങനെയോ അറേബ്യയിൽ എത്തിയിട്ട് അവിടെ അടിയിടിയും കൊണ്ട് കഴിയുമ്പോ 10 ദീനാറിന് സിദ്ദീഖുൽ അക്ബർ വിലക്കെടുത്തിട്ട് മോചിപ്പിക്കുന്ന കരിക്കട്ട പോലെ കറുത്ത ഒരു മനുഷ്യൻ അള്ളാന്റെ അടുക്കൽ മുഹമ്മദുർ റസൂലുള്ളാന്റെ മുമ്പിൽ ചെരുപ്പിട്ട് സ്വർഗത്തിൽ നടന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ദഫന അലൈക, നിങ്ങളുടെ 2 ചെരുപ്പിട്ട് നിലത്ത് കൂടി നടക്കണ ഒച്ച. ദഫന അലൈക, സ്വർഗത്തിന്റെ തറയിൽ ബിലാലിന്റെ ചെരുപ്പ് ചെന്ന് സ്പർശിക്കുന്ന സ്വരം, ബിലാലിന്റെ പാദനിസ്വനം, അത് ഞാൻ കേട്ടു ബിലാലെ. ചമക് ഉഠാ ജോ സിതാരയേ തെരേ മുഖദ്ദർ കാ, നിങ്ങളുടെ തഖ്ദീറിന്റെ ഭാഗ്യനക്ഷത്രം ബിലാലെ
ജ്വലിച്ചു നിൽക്കുകയാണ്. ഹബശ് സേ തുജ്കോ ഉഠാകർ ഹിജാസ് മേലായാ, നിങ്ങളെ പൊക്കിയെടുത്തിട്ട് ഹിജാസിൽ കൊണ്ടുവന്ന് നിക്ഷേപിച്ചില്ലയോ ആ ഭാഗ്യനക്ഷത്രം. ഹുവി ഉസീ സേ തെരേ ഗം കദേ കി ആബാദി, അങ്ങനെ നിങ്ങളുടെ ദുഃഖ വീട്ടിൽ ജനവാസമായില്ലയോ ബിലാൽ. ബിലാലെ, നിങ്ങളുടെ കഥനഗ്രഹം സങ്കടമുള്ള വീട്. ബിലാലിന്റെ വീട്ടിൽ എപ്പോഴും സങ്കടം, ബിലാലിന് എന്നും സങ്കടം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ മർദ്ദനം കൊണ്ടിട്ട് ബിലാൽ വന്ന് നിൽക്കുമ്പോ ഇറച്ചി പുറത്തേക്ക് തെറിച്ചിരുന്നാണ് അടി കൊണ്ടിട്ട്. ഖുറൈശികളായ മുശ്രിക്കിന്റെ അടി കൊണ്ടിട്ട്, ചാട്ടവാറ് കൊണ്ട് അടിച്ചിട്ട് ചോര മാത്രല്ല മാംസം പുറത്തേക്ക് നിൽക്കുന്ന അവസ്ഥയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടുമുട്ടുമ്പോ റസൂലുള്ളാഹ് എഴുന്നേറ്റ് നിന്നിട്ട് ബിലാലിനെ മാറോട് ചേർക്കുന്ന രംഗം നിങ്ങൾ കാണുന്നുവോ? ലോകസുന്ദരനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കറുത്ത് കറുത്ത് കരിക്കട്ട പോലെ കറുത്ത കാപ്പിരിയായ ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹുവിനെ മാറോട് ചേർക്കുന്നത് കണ്ടുവോ? ഹുവീ ഉസീ സേ തെരേ ഗം കദേ കി ആബാദി, നിന്റെ ദുഃഖ വീട്ടിൽ ജനവാസമായില്ലയോ ബിലാൽ. എന്നും ദുഃഖമായിരുന്നു ബിലാലിന്, മരിക്കണവരെ. അടുത്ത ദുഃഖം എന്താ? റസൂലുള്ളാഹിനെ പിരിയുമ്പോഴുള്ള ദുഃഖം. റസൂലിനെ സ്നേഹിച്ചു പോയി സല്ലല്ലാഹു അലൈഹി വസല്ലം. തെരീ ഗുലാമി ക സദ്ഖേ ഹസാർ ആസാദി, ബിലാൽ നിന്റെ അടിമത്തത്തിന് 1000 സ്വാതന്ത്ര്യങ്ങൾ, നിന്റെ അടിമത്തത്തിന് 1000 സ്വാതന്ത്ര്യങ്ങൾ. അടിമയായ ബിലാലിനല്ലേ 1000 സ്വാതന്ത്ര്യവും ആ അടിമ ബിലാലിന്റെ അടുത്തെത്തൂല. ആസാദി, ബിലാൽ എന്ന പേരിൽ ഹസ്രത്ത് അല്ലാമ എഴുതിയതാണ് ഈ കവിത. സല്ലല്ലാഹു അലാ മുഹമ്മദ്. എത്ര വലിയ വലിയ ബുദ്ധിമാന്മാരെയാണ് അള്ളാഹുവിന്റെ റസൂൽ വാർത്തെടുത്തത്. എത്ര വലിയ പൂർണ്ണ മനുഷ്യരെയാണ്. ആ ഒരു സമൂഹത്തിന്റെ നന്മ എത്രയാണ്. ഹാറൂൻ റഷീദ് ഉത്തമനായ ഭരണാധികാരിയായിരുന്നു, അബ്ബാസിയ ഖലീഫ. അദ്ദേഹത്തിന്റെ പത്നി സുബൈദ ലോകപ്രസിദ്ധയാണ്. വല്ല അറിവും പാണ്ഡിത്യമുള്ള വനിതയായിരുന്നു അവര്. വലിയ സ്നേഹമായിരുന്നു രണ്ടാളും ഇടയിൽ. ഈ സുബൈദ എന്നുള്ള പേര് ചരിത്രത്തിൽ പ്രസിദ്ധമാകുന്നത് ഹാറൂൻ റഷീദിന്റെ പത്നിയുടെ പേരായിട്ടാണ്. അങ്ങനെ രണ്ടുപേരും തമ്മിൽ അഭിപ്രായ വ്യത്യാസമായി. കോപിഷ്ഠനായിട്ട് ഹാറൂൻ റഷീദ് പറഞ്ഞു പോയി പത്നിയോട്, നീ ഇന്ന് രാത്രി എന്റെ സാമ്രാജ്യത്തിന് പുറത്തു പോയിട്ട് പാർക്ക്, അല്ലെങ്കിൽ നിന്നെ ഞാൻ തലാഖ് ചെയ്യും എന്ന് പറഞ്ഞു പോയി. രണ്ടാളും തമ്മിൽ ദേഷ്യം പിടിച്ചപ്പോൾ ഹാറൂൻ റഷീദിന്റെ രാജ്യത്തിന്റെ അതിർത്തി അന്ന് ഒരു ചൈനയിലാണ്. അബ്ബാസിയ സാമ്രാജ്യം എന്ന് പറഞ്ഞാൽ ചരിത്രം പഠിച്ചവർക്കൊക്കെ മനസ്സിലാക്കാൻ കഴിയും. അതിന്റെ ഒരു അതിർത്തി കിഴക്ക് ചൈനയിലാണ്. പടിഞ്ഞാറെ അതിർത്തി അങ്ങ് കിടക്കുന്നത് മെഡിറ്ററേനിയൻ ഉൾക്കടലാണ്. എന്റെ സാമ്രാജ്യത്തിന് പുറത്തു പോയിട്ട് ഇന്ന് രാത്രി തന്നെ പാർക്കണം, അല്ലെങ്കിൽ തലാഖ് ചെയ്യുമെന്ന് പത്നിയോട് പറഞ്ഞുപോയി. പിന്നെ അദ്ദേഹം ഖേദിച്ചു. ഇവ എന്ത് ചെയ്യും? തലാഖാണല്ലോ. പണ്ഡിതന്മാരൊക്കെ വിളിപ്പിച്ചു, തലാഖ് സംഭവിക്കോ? തലാഖ് എന്നുള്ള വാക്ക് നാവുന്ന് വന്നുപോയി. ഈ രാത്രി ഈ സാധു സ്ത്രീക്ക് സാമ്രാജ്യത്തിന്റെ പുറത്തു പോയി പാർക്കാൻ കഴിയില്ല. ഹാറൂൻ റഷീദിന്റെ സാമ്രാജ്യം അതിവിപുലമാണ്. രണ്ടാളും വളരെ ഖിന്നരായി. ഈ പ്രതിസന്ധിയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടണമെന്ന് ആലോചിച്ചു. പണ്ഡിതന്മാരെ മുഴുവൻ വരുത്തിച്ചു. പണ്ഡിതന്മാരൊക്കെ അതില് മറുപടി പറയാൻ കഴിയാതെ വിഷമിച്ചു, വിഷണ്ണരായി. എല്ലാരും പറഞ്ഞു തലാഖ് സംഭവിക്കും, കാരണം ഭർത്താവ് പറഞ്ഞു പോയി, അല്ലെങ്കിൽ ഞാൻ തലാഖ് ചെയ്യും എന്ന് പറഞ്ഞാൽ തലാഖാണ്. അപ്പോഴാണ് ഇമാം അബൂ ഹനീഫ, ഇസ്ലാമിലെ 4 മദ്ഹബുകളിൽ ഒരു മദ്ഹബിന്റെ ഇമാമായ ഇമാം അബൂ ഹനീഫ, എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യൻ എന്ന് പറഞ്ഞ ഹനഫി മദ്ഹബിലെ 2ാമനായ ഇമാം ഖാദി അബൂ യൂസുഫ് റഹ്മത്തുള്ളാഹി അലൈഹിയെ വരുത്തിക്കണം. ഖാദി അബൂ യൂസുഫിനോട് ചോദിച്ചു, വല്ല പരിഹാരം ഉണ്ടോ? പുഞ്ചിരിച്ചുകൊണ്ട് അബൂ യൂസുഫ് പറഞ്ഞു, പരിഹാരം ഉണ്ടല്ലോ. നിങ്ങളുടെ ഭാര്യ അന്ന് രാത്രി പോയിട്ട് ഏതെങ്കിലും മസ്ജിദിൽ പാർക്കണം. കാരണം ഖുർആനിലുണ്ട് വഅന്നൽ മസാജിദ ലില്ലാഹി, മസ്ജിദുകളൊക്കെ അല്ലാഹുവിനുള്ളതാണ്. വഅന്നൽ മസാജിദ ലില്ലാഹി, എല്ലാ മസ്ജിദും അല്ലാഹുവിനുള്ളതാണ്. ഫലാ തദ്ഉ മഅല്ലാഹി അഹദ, അതുകൊണ്ട് അല്ലാഹുവിനോടൊപ്പം മറ്റാരെയും വിളിച്ച് പ്രാർത്ഥിക്കരുത്. ഇത് ഖുർആനിലുണ്ട്.
മസ്ജിദുകളൊക്കെ അള്ളാഹുവിനുള്ളതാണ് എന്നുണ്ടല്ലോ എന്ന് ഖാദി മുഹമ്മദ് യൂസുഫ് റഹ്മത്തുള്ളാഹി അലൈഹി സൂറത്തുൽ ജിന്നിലെ 18-ാമത്തെ ആയത്ത് ഓതിയിട്ടാണ് ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കിയത്. എല്ലാവരും ഖാദി അബൂ യൂസുഫിന്റെ ബുദ്ധി, വിജ്ഞാനം, ഇതൊക്കെ പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹബിഹി വസല്ലമയുടെ ഉമ്മത്തീങ്ങളിലൂടെ ലോകം കണ്ടതാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ്. എത്ര വലിയ ഔന്നത്യത്തിലും പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പുലർത്തിയ വിനയം, അതിയായ വിനയം, അത്ഭുതകരമായ വിനയം. പരിശുദ്ധ നബിയുടെ ഒരു സഹാബിയും ഒരു യഹൂദനും തമ്മിലൊരു തർക്കമുണ്ടായി. സഹാബി സ്വാഭാവികമായിട്ടും വാദിച്ചു, മൂസാ നബിയേക്കാൾ എത്രയോ ഉന്നതനാണ് പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വിവരമറിഞ്ഞപ്പോൾ പരിശുദ്ധ റസൂൽ ആ സഹാബിയെ തിരുത്തിക്കൊണ്ട് പറഞ്ഞു, ഒരിക്കലും മൂസയേക്കാൾ എന്നെ നിങ്ങൾ ഉയർത്തി കാണിക്കരുത്. ഖിയാമത്ത് നാളിൽ എല്ലാവരും മോഹാലസ്യത്തിലാകുന്ന ഒരു നിമിഷമുണ്ട്, ബോധം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു നിമിഷമുണ്ട്. ഞാൻ ബോധം തിരിച്ചു കിട്ടിയിട്ട് ഉണർന്നെഴുന്നേൽക്കുമ്പോ മൂസാ നബി അർശിന്റെ കാല് താങ്ങിപ്പിടിച്ചു നിൽക്കുന്നത് ഞാൻ കാണും. മൂസാ നബിക്ക് എനിക്ക് മുമ്പ് ബോധം നൽകപ്പെട്ടതാണോ, അതോ മോഹാലസ്യം നൽകാതെ ബോധക്കേട് വരാതെ മൂസയെ അല്ലാഹു സംരക്ഷിച്ചതാണോ എനിക്കറിഞ്ഞുകൂടാ എന്ന് പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹാബികളിൽ ആരോ പുണ്യ നബിയെ വിളിച്ചു, യാ ഖൈറൽ ബരിയ, മുഴുവൻ സൃഷ്ടികളിലും അത്യുത്തമരായവരെ എന്ന്. അത് കേട്ടപ്പോൾ അവിടുന്ന് പറഞ്ഞു, അത് ഞാനല്ല, ഇബ്രാഹിം നബിയാണെന്ന്. വിനയത്തിന്റെ ഉടമസ്ഥനെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹാബികൾ വിളിച്ചു, ഞങ്ങളുടെ സയ്യിദാണ് അങ്ങ് എന്ന്. നബിയെ കാണാൻ വന്ന മറ്റു രാജ്യങ്ങളിലെ പ്രതിനിധി സംഘങ്ങൾ ഇവിടെ ചോദിക്കുമ്പോ പറഞ്ഞു, ഞങ്ങളുടെ സയ്യിദാണ് അങ്ങ് എന്ന്. ഉടൻ തന്നെ പുണ്യ റസൂല് പറയുകയാണ്, യഥാർത്ഥ സയ്യിദ് എന്ന നായകൻ അല്ലാഹു ആണ് എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങ് ഞങ്ങളെക്കാൾ ശ്രേഷ്ഠനും അങ്ങ് ഞങ്ങളെക്കാൾ മഹത്വമുടയവരുമല്ലയോ എന്നവർ തിരിച്ചു പറയുമ്പോൾ പുണ്യ റസൂല് പറഞ്ഞു, നിങ്ങൾ സ്വന്തം കാര്യം പറയൂ, പിശാച് ആരെയും വഴിതെറ്റിക്കാതിരിക്കട്ടെ എന്ന് പരിശുദ്ധ നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ അല്ലാഹുവിന്റെ ദാസനും അവന്റെ ദൂതനുമായ മുഹമ്മദ് ഇബ്നു അബ്ദുള്ളയാണ് എന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു എനിക്ക് നൽകിയ പദവിയേക്കാൾ എന്നെ നിങ്ങൾ ഉയർത്തി കാണിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ലെന്ന് പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരിക്കൽ സഹാബത്തിൽ ചിലർ പറഞ്ഞു, സയ്യിദുനാ വ ഖൈറുനാ വബ്നു ഖൈറിനാ, ഞങ്ങളുടെ നായകനെ, ഞങ്ങളിൽ ഏറ്റവും ഉത്തമരായവരെ, ഞങ്ങളിൽ ഏറ്റവും ഉത്തമരായവന്റെ പുത്രനെ, ഞങ്ങളിൽ ഏറ്റവും മികവുറ്റ വ്യക്തിയുടെ സന്താനമേ എന്ന് പറഞ്ഞപ്പോഴും അവിടുന്ന് തിരുത്തി, ജനങ്ങളെ, അല്ലാഹു എനിക്ക് നൽകിയ പദവിയിലേറെ നിങ്ങൾ എന്നെ ഉയർത്തരുത്. ഒരാൾ വന്നുകൊണ്ട് പറഞ്ഞു പരിശുദ്ധ നബിയോട്, ഞങ്ങൾ അങ്ങയിലൂടെ അല്ലാഹുവിന്റെയും അല്ലാഹുവിലൂടെ അങ്ങയുടെയും ശുപാർശ ആഗ്രഹിക്കുകയാണ്. ഉടൻ തന്നെ പരിശുദ്ധ റസൂല് കോപിഷ്ഠനായി, അവിടുത്തെ മുഖത്ത് കോപത്തിന്റെ അടയാളങ്ങൾ കാണപ്പെട്ടു. സുബ്ഹാനല്ലാഹ്, അവിടുന്ന് പറഞ്ഞു, ഒരു വ്യക്തി മറ്റൊരുവരിലൂടെ ശുപാർശ തേടുന്നതിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു, അല്ലാഹുവിലൂടെ മറ്റൊരാളുടെ ശുപാർശ തേടുന്നതിൽ നിന്ന് അല്ലാഹു എത്രയോ ഉന്നതനാണ് എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. താൻ മാർഗമായി ഏതെങ്കിലും ഒരടിമയുടെ ശുപാർശ സ്വീകരിക്കുന്നതിൽ നിന്ന് അല്ലാഹു എത്രയോ ഉന്നതനാണെന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സഹാബി വന്നുകൊണ്ട് പറഞ്ഞു, ഇൻഷാ അല്ലാഹു വ റസൂലുഹു,
അള്ളാഹും അവന്റെ റസൂലും ഉദ്ദേശിച്ചാൽ എന്നൊരാൾ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കർശനമായി ശകാരിച്ചുകൊണ്ട് ചോദിച്ചു, നീ എന്നെ അള്ളാഹുവിനെ പങ്കാളിയും തുല്യനുമാക്കുകയാണോ? ഇൻഷാ അല്ലാഹ് എന്ന് മാത്രം പറയും എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. കുഞ്ഞുങ്ങൾ പാട്ടുപാടിയപ്പോ നാളത്തെ കാര്യങ്ങൾ അറിയുന്ന ഒരു പ്രവാചകൻ ഞങ്ങൾക്കിടയിലുണ്ട് എന്ന് പറഞ്ഞപ്പോ നബി അസ്വസ്ഥനായി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കുട്ടികളോട് പറഞ്ഞു, ഇതുവരെ പാടിയത് പറഞ്ഞോളൂ, അത് പാടണ്ട, ആ വരി പാടണ്ട. നാളത്തെ കാര്യങ്ങൾ അറിയുന്ന ഒരാൾ ഞങ്ങളിലുണ്ട്, ഒരു നബി ഞങ്ങളിലുണ്ട് എന്ന ഭാഗം ഒഴിവാക്കി ബാക്കി പാടിക്കൊള്ളൂ എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒട്ടകം വന്ന് പുണ്യ റസൂലിന്റെ കാൽക്കൽ സുജൂദ് ചെയ്തു. സഹാബത്ത് ചോദിച്ചു, അതിന് ഞങ്ങളല്ലയോ ഏറ്റവും അർഹരായിട്ടുള്ളവർ എന്ന്. വണക്കത്തിന്റെ സുജൂദ് അന്ന് രാജാക്കന്മാരുടെയൊക്കെ കൊട്ടാരത്തിലുള്ളതാണ്. സജദത്തു തഅളീം, ബഹുമാനത്തിന്റെ സുജൂദ്, മനുഷ്യന്റെ മുമ്പിൽ സാഷ്ടാംഗം നമിക്കുക. ഇറാഖിലും സിറിയയിലൊക്കെ ഞങ്ങളത് കണ്ടിട്ടുണ്ട് എന്ന് ചിലർ പുണ്യ റസൂലിനോട് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. വണക്കത്തിന്റെ സുജൂദ് ഞങ്ങളത് ചെയ്തു കൊള്ളട്ടെ എന്ന് ചോദിച്ചു. അപ്പോഴാണ് ആ ചരിത്ര പ്രസിദ്ധമായ മറുപടി വന്നത്, ഏതെങ്കിലും ഒരു സൃഷ്ടിക്ക് സുജൂദ് ചെയ്യുന്നതിന് അനുവദനീയമായിരുന്നുവെങ്കിൽ ഞാൻ ഭാര്യയോട് കൽപ്പിക്കുമായിരുന്നു നിന്റെ ഭർത്താവിന് സുജൂദ് ചെയ്യണമെന്ന്. ഒരു വാക്കിലൂടെ എന്ത് പഠിപ്പിച്ചു? ഒരു സൃഷ്ടിക്കും സുജൂദ് അനുവദനീയമല്ല എന്ന് പഠിപ്പിച്ചു. സൃഷ്ടാവിന് മാത്രമേ സുജൂദ് ഉള്ളൂ എന്ന് പഠിപ്പിച്ചു. പക്ഷെ അങ്ങനെ ഒരു സുജൂദ് ഈ പ്രപഞ്ചത്തിൽ, ഈ ലോകത്ത് എങ്ങാനും അനുവദനീയമായിരുന്നുവെങ്കിൽ അതിനുള്ള ഒരേ ഒരു സന്ദർഭം രാജാവിന്റെ മുമ്പിലല്ല, ചക്രവർത്തിയുടെ മുമ്പിലല്ല, നേതാവിന്റെ മുമ്പിലല്ല, ഭർത്താവിന്റെ മുമ്പിൽ, ഭാര്യക്ക് ഞാനത് കൽപ്പിക്കുമായിരുന്നു. പക്ഷേ ഒരു സൃഷ്ടിയുടെ മുമ്പിലും സുജൂദ് അനുവദനീയമല്ലെന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ലളിതമായ ജീവിതം, ലളിതമായ പെരുമാറ്റം, തുറന്ന മനസ്സ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുടി വെട്ടാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചപ്പോ മഅ്മർ എന്ന് പറഞ്ഞ ആളെ വിളിച്ചിട്ട് പറഞ്ഞു, യാ മഅ്മർ അലദൈക മൂസൻ, നിന്റെ കയ്യിൽ കത്രിക ഉണ്ടോ മുടി വെട്ടാൻ? അള്ളാഹിന്റെ റസൂൽ എന്റെ അടുക്കലുണ്ട്. എന്നാ സെമ്മില്ല, അള്ളാഹിന്റെ പേര് വിളിച്ച് വഹലുഖ് റഅസി, എന്റെ തലമുടി വെട്ട്. അദ്ദേഹം വന്ന് മുടി വെട്ടുമ്പോ അള്ളാഹിന്റെ റസൂൽ ചോദിച്ചിരുന്നൊരു വാക്കുണ്ട്, അഫറഅയ്ത റസൂലല്ലാഹി അഅതാക റഅസഹു ബൈന യദൈക വൽ മുസാഫി യദൈക, നിന്റെ കയ്യിൽ കത്രി ഉണ്ടായിരിക്കെ അള്ളാഹിന്റെ റസൂൽ നിനക്ക് തല തന്നത് നീ കണ്ടോ എന്ന് ഒരു ഫലിത രൂപേണ ചോദിക്കുകയാണ് പുണ്യ റസൂൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ്. അള്ളാഹിന്റെ റസൂലിനെ മദ്ഹ് ചെയ്യാൻ സല്ലല്ലാഹു, അത് അള്ളാഹ്ക്ക് ഏറ്റവും പൊരുത്തപ്പെട്ടത്. അത് തന്നെയാണ് തൗഹീദിലേക്കുള്ള വഴി, അത് തന്നെയാണ് ആഖിറത്തിലേക്കുള്ള വഴി, അത് തന്നെയാണ് സ്വർഗത്തിലേക്കുള്ള വഴി, അത് തന്നെയാണ് അള്ളാഹു പഠിപ്പിച്ച വിധിവിലക്കുകൾ സ്വീകരിച്ച് ജീവിക്കാനുള്ള ഏറ്റവും നല്ല വഴി. നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണ്! നമ്മൾ കാലത്തിന്റെ ഈ അവസാനത്തിൽ ജനിച്ചു. നമ്മൾ മുഹമ്മദ് നബിയുടെ അനുയായികളാകാൻ അള്ളാഹു നമ്മളെ ഇപ്പൊ തന്നെ ജനിപ്പിച്ചു. ആദിമധ്യാന്തങ്ങളുടെ ലോകനായകനാണ്. എല്ലാ അംബിയാ മുർസലീങ്ങളോടും അള്ളാഹു ആവശ്യപ്പെട്ടതാണ് ഈ നബിയെ പിൻപറ്റണമെന്ന്, ഈ നബിയെ സ്വീകരിക്കണമെന്ന്. അങ്ങനെ നോക്കുമ്പോ ആദമിന്റെ മുമ്പും ഈ നബിയാണ്. അതാണ് ഇന്നത്തെ വിഷയം. ആദിമകാലത്തിന്റെ നബിയാണ്, മധ്യകാലഘട്ടം എന്ന നബിയുടെ കാലത്തിന്റെയും നബിയാണ്, നമ്മുടെ കാലത്തിന്റെയും നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അന്ത്യകാലത്തിന്റെയും നായകനാണ്. ആരും പ്രസംഗിക്കാൻ അനുവാദമില്ലാത്ത മഹ്ശറയിലെ ഏക പ്രഭാഷകനാണ്, ഏക ലോക വാഗ്മിയാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ശഫാഅത്തിന് അധികാരമുള്ള ശുപാർശകനുമാണ് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.
മസ്ജിദിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് ഇറങ്ങി പോകുമ്പോൾ ചെരുപ്പ് അവിടെ വെച്ചിട്ട് നഗ്നപാദനായിട്ടാണ് നടന്നു പോകാറുണ്ടായിരുന്നത്. വിനയത്തിന്റെ വിനയമേ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഒരാൾ വന്നുകൊണ്ട് ശകാരിച്ചപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മിണ്ടാതിരുന്നു, മൗനമായിട്ട് എല്ലാ ചീത്തയും കേട്ടു. പിന്നെ അബൂബക്കർ തിരിച്ചു പറഞ്ഞു. അല്ലാതെ അയാൾ പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് പോയി വിഷമിച്ചിട്ട് സിദ്ദീഖുൽ അക്ബറിനോട് പിന്നെ പറഞ്ഞു, ഞാൻ എഴുന്നേറ്റ് പോയത് നിങ്ങൾ മിണ്ടാതെ അയാളുടെ ശകാരം കേട്ടപ്പോ സിദ്ദീഖ് നിങ്ങൾക്ക് വേണ്ടി ഒരു മലക്ക് അയാൾക്ക് മറുപടി പറയുന്നുണ്ടായിരുന്നു. നിങ്ങൾ മറുപടി പറയാൻ തുടങ്ങിയപ്പോ മലക്ക് പോയി, ശൈത്താൻ അവിടെ വന്നു. ശൈത്താനുള്ള സ്ഥലത്ത് എനിക്ക് ഇരിക്കാൻ പറ്റൂലല്ലോ അബൂബക്കർ, അതുകൊണ്ടാണ് ഞാൻ എഴുന്നേറ്റ് പോയതെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാളുള്ള ഇടത്തുനിന്ന് രണ്ടാളെ വിളിച്ചിട്ട് സ്വകാര്യം പറയരുത് എന്ന് പഠിപ്പിച്ചു. ആളുകൾ പരസ്പരം സംസാരിക്കുമ്പോൾ അവർക്കിടയിൽ പോയിട്ട് അവരെ സമ്മതമില്ലാതെ ഇടയ്ക്ക് തിരികെ കയറ്റിയിട്ട് സീറ്റ് ഉണ്ടാക്കിയിട്ട് ഇരിക്കരുത് എന്നും പുണ്യ റസൂൽ പഠിപ്പിച്ചു. ആരോ ഒരു സംസാരം നടത്തുകയാണ്, അവരെന്തോ സംസാരിക്കുകയാണ്, അതിലില്ലാത്ത ഒരാൾ ചെന്നിട്ട് അനുമതി ഇല്ലാതെ പെർമിഷൻ ഇല്ലാതെ പോയിട്ട് അവരടിയിൽ ഇരിക്കരുത്. മുഴുവൻ മാനേഴ്സാണ്. ഈ പരിശുദ്ധ നബി ലോക ഗുരുവാണ്. ഒരു മര്യാദ നബി പഠിപ്പിക്കാത്തത് ലോകത്തിന് കിട്ടിയില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാം അവിടുന്ന് വന്നതാ. യൂറോപ്യന്മാരാണ് ലോകത്ത് മാനേഴ്സിന് വളരെ പ്രസിദ്ധരായിട്ടുള്ളത്. മേ ഐ കമിൻ സർ, ഞാൻ അങ്ങോട്ട് വന്നോട്ടെ സർ, ഇതൊക്കെ റസൂലുള്ള പഠിപ്പിച്ചതില്ലെന്ന് അവരെടുത്തതാണ്. റസൂലുള്ളാന്റെ അനുയായികളായി കൊണ്ട് നടക്കേണ്ടവർ അതൊക്കെ വെടിഞ്ഞു. അവര് ചിലര് മറ്റു ചില ഹീറോകളെ തേടിപ്പോയി. പക്ഷെ യൂറോപ്യന്മാരത് പഠിച്ച് മനസ്സിലാക്കി. മേ ഐ സിറ്റ് സർ, ഞാൻ ഇരുന്നോട്ടെ, പെർമിഷൻ ചോദിക്കാതെ പ്രവേശിക്കരുത്, ഇരിക്കരുത്. ഇന്റർവ്യൂ എന്ന് പോലും ലോകത്തുനിന്ന് ഒരു നിയമമാണ്. അനുമതി ഇല്ലാതെ ഇരുന്നാൽ ഇന്റർവ്യൂവിൽ നെഗറ്റീവ് മാർക്കാണ്. മാർക്കുണ്ട്, മാർക്ക് നെഗറ്റീവ് ആണെന്ന് കുറക്കും. പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ ഇത്തരം നന്മകൾ മുഴുവൻ ഉണർത്തി. അല്ലാഹുവിന്റെ റസൂൽ ഒരു ദിവസം അസ്വസ്ഥനായിട്ട് തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ട് വിഷമിക്കുന്നത് ആയിഷ റളിയല്ലാഹു അൻഹ കണ്ടു. ഉറക്ക് കിട്ടാതെ വിഷമിക്കുകയാണ്. രണ്ട് സംഭവം അങ്ങനെ പറയുന്നുണ്ട്. ഒരു ദിവസം ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, എന്ത് പറ്റി, അവിടത്തേക്ക് എന്ത് പറ്റി എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചപ്പോ തലയണന്റെ ചോട്ടുന്ന് 3 ദിർഹം എടുത്തു. കുറച്ച് പണം വന്നിരുന്നു ആയിഷ, അതൊക്കെ വിതരണം ചെയ്തു. 3 ദിർഹം ബാക്കിയായി. ഇതിന് വിതരണത്തിന് ആളെ കിട്ടില്ല. ഇതാർക്കെങ്കിലും കൊടുക്കുന്നതിന് മുമ്പ് എന്നെ അന്ന് തിരിച്ചു വിളിക്കുക ആയിഷ, ജീവിതത്തിന് അന്ത്യം സംഭവിക്കോ ഈ 3 ദിർഹം കയ്യിൽ വെച്ചുകൊണ്ട്. ഇതാണ് ലോകനായകൻ, ഇതാണ് ആദിമധ്യാന്തങ്ങളിലെ ലോകനായകൻ, ഇതാണ് ഏകലോകനായകൻ. ഇതിന് സമപ്പെട്ടാരുമില്ല. ഒരു ഉറുദു കവി പറയണ്ട്, സാനി തോ ബഡി ചീസ് ഹൈ, മുഹമ്മദിന് ഒരു രണ്ടാമനെ തരാനാണോ നിങ്ങൾ നോക്കുന്നത്? സായാബിനഹി മിൽ ജായേഗ, മുഹമ്മദിന് ഒരു നേലായിട്ട് ആളെ പോലും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പിന്നെ നിങ്ങൾ രണ്ടാമനെ തരയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ റസൂല് അതുല്യനാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു ദിവസം അസ്വസ്ഥനായിട്ട് കിടക്കുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത്, വിശന്നിട്ട് ഉറക്ക് കിട്ടാഞ്ഞിട്ട് തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. ആയിഷ റളിയല്ലാഹു അൻഹ അവിടുത്തെ തിരുപത്നി പറയാണ്, ലോകത്തെ സകല പഴങ്ങളും വാങ്ങാമായിരുന്നു റസൂലിന്. പണം സമ്പത്തും അല്ല കൊടുക്കുമായിരുന്നു, എല്ലാ വിഭവങ്ങളും അവിടത്തേക്ക് കിട്ടുമായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഞാൻ പറഞ്ഞു പോയി, അങ്ങയുടെ ആരോഗ്യത്തിനുള്ളതെങ്കിലും മിച്ചം വെച്ചിട്ട് അതിൽ നിന്ന് വല്ലതും കഴിച്ചൂടെ, ശരീരം നിലനിർത്താനുള്ളത് കഴിച്ചൂടെ യാ റസൂലല്ലാഹ് എന്ന് ഞാൻ ചോദിച്ചു പോയി. പറഞ്ഞു, ആയിഷ നീ എന്ത് വിചാരിച്ചു? ഉലുൽ അസ്മ അമ്പിയാക്കളൊക്കെ വളരെ കഷ്ടപ്പെട്ടവരാണ്. ഉലുൽ അസ്മായ പ്രവാചകന്മാർ, അവർക്കൊക്കെ അല്ലാഹു വലിയ ബഹുമതി കരുതി വെച്ചിട്ടുണ്ട് പരലോകത്ത്. ഞാൻ അവരടുക്ക ചെന്ന് ചേരുമ്പോ എനിക്ക് അള്ളാന്റെ അടുക്കൽ ഒരു കുറവ് പറ്റുമ്പോ എനിക്ക് ലജ്ജ തോന്നിപ്പോവും. അവരെ കണ്ടുമുട്ടുമ്പോ ഉലുൽ അസ്മ അമ്പിയാക്കളെ കാണുമ്പോ ഞാൻ ലജ്ജിച്ചു പോവും. ആയിഷ, എനിക്ക് ഏറ്റവും വലുത് എന്റെ സഹോദരങ്ങളോട് ചേരലാണ്. എന്റെ സഹോദരങ്ങൾ ഉലുൽ അസ്മിൽപ്പെട്ട അമ്പിയ ആണ് എന്ന് പരിശുദ്ധ റസൂൽ
സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ദിവസം പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഈ കിടക്കണ ഈത്തപ്പനന്റെ ഓല കൊണ്ടുണ്ടാക്കിയ പരിപരുത്ത പായ, അതിന്റെ മുകളിലൊരു മിനുസുള്ള മൃദുലമായത് ഒന്ന് വിരിച്ചോട്ടെ എന്ന് ചോദിച്ചു അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്. പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് നൽകിയ മറുപടി, ഞാനും ഈ ദുനിയാവും തമ്മിൽ എന്ത് ബന്ധം? ഒരു യാത്രക്കാരൻ ഇങ്ങനെ ഉച്ചച്ചൂടിൽ നടന്നു പോകുമ്പോ ഒരു മരം കണ്ടു, മരച്ചുവട് കണ്ടു. യാത്രക്കാരൻ മരത്തണലിൽ ഉച്ചച്ചൂടിൽ അല്പം വിശ്രമിച്ചു. അത് കഴിഞ്ഞ് മരവും തണലും വിട്ടയാൾ നടന്നുപോയി. അങ്ങനെയുള്ള ഒരു യാത്രക്കാരനല്ലയോ ഞാൻ? അത്ര ബന്ധമല്ലേ എനിക്കും ഈ ദുനിയാവും തമ്മിലുള്ളൂ എന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ബദ്റുദ്ദുജാ ശംസുദ്ദുഹാ ബദ്റുദ്ദുജാ, 14-ാം രാവിന്റെ പൂർണ്ണചന്ദ്രനെ പോലെ, ശംസുദ്ദുഹാ പൂർവാഹനത്തിലെ സൂര്യനെ പോലെ, നൂറുൽ ഹുദാ സന്മാർഗത്തിന്റെ പ്രകാശമായി, സബ്റു റസാ ക്ഷമയും സഹനവും തൃപ്തിയുമായി, നൂറേ ചഷം കണ്ണിന്റെ വെളിച്ചമായി, ലോകത്തിന്റെ കാരുണ്യ കണ്ണിന്റെ പ്രകാശമായി, നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയ കണ്ണിന്റെ വെളിച്ചമായി, മുഴുവൻ ഭുവനത്തിന്റെ നേത്രത്തിന്റെ പ്രകാശമായി, ജമീലുഷിയം വറാഉൽ വറാ, അപ്പുറത്തിന്റെയും അപ്പുറത്തായി അല്ലാഹുവിന്റെ റസൂല്, അപ്പുറത്തിന്റെ അപ്പുറത്ത് മേറാജ് ആകാശഗോളങ്ങൾ, അതിന്റെ അപ്പുറത്ത് ലുത്ഫോ അതാ മൃദുലതയും ദാനവുമായി, നഇസ്സത്തോ ശുഹ്റത്ത് നസർ ചാഹിയേ, ഞങ്ങൾക്ക് വലിയ പ്രശസ്തിയോ ഞങ്ങൾക്ക് വലിയ അഭിമാനമോ അല്ല തേടുന്നത്, പണവും സമ്പത്തുമല്ല തേടുന്നത്, മുझे ആപ്കി ഖാകെ ദർ ചാഹിയേ, അങ്ങയുടെ ഉമ്മറപ്പടിയിലെ മണ്ണാണ് തേടുന്നത് യാ റസൂലല്ലാഹ്. उस दर पे एक बार झुकने के बाद, उसी दर पे एक बार झुकने के बाद, ना उठा कभी ऐसा सर चाहिए. നബിയുടെ ഉമ്മറപ്പടി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുടെ ദീനും ശരീഅത്തുമാണ്. അതിന് സമർപ്പിക്കപ്പെട്ടിട്ട് പിന്നീട് ഉയർത്തപ്പെടാത്തൊരു ശിരസ്, അവിടെ തന്നെ കഴിഞ്ഞുകൂടുന്നൊരു ശിരസ്, നൂറേ മുജസ്സം ഫഖ്റേ ദോ ആലം ശഫീഉൽ ഉമം വാരിസേ സംസം ഹാദിയേ അക്രം മൂനസേ ആദം ഖിബ്ലേ ആലം സാഹിബേ ജൂദോ കറം, നൂറേ മുജസ്സം പ്രകാശരൂപമായി, ഫഖ്റേ ദോ ആലം രണ്ട് ലോകത്തിന്റെ അഭിമാനമായി, ശഫീഉൽ ഉമം സകല സമൂഹങ്ങളുടെയും ശുപാർശകനായി, വാരിദ് സംസം സംസമിന്റെ അവകാശിയായി, ആദിയേ അക്രം ഏറ്റവും മഹാനായ മാർഗദർശിയായി, മൂനസേ ആദം മനുഷ്യരാശിയുടെ ഏറ്റവും വലിയ സാന്ത്വനമായി, വേദനിക്കുന്നവന്റെ ആശ്വാസമായി, ദുഃഖിക്കുന്നവന്റെ ഔഷധമായി, ഖിബ്ലേ ആലം ലോകത്തിന്റെ ഖിബ്ലയായി, സാഹിബേ ജൂദോ കറം ഔദാര്യത്തിന്റെയും മാന്യതയുടെയും ഉടമസ്ഥനായി, മേരാ ഫിർ മുഖദ്ദർ സവർ ജായേഗാ മുझे ആപ്കി നസർ ചാഹിയേ, അങ്ങയുടെ തിരുമുഖത്തിന്റെ ദൃശ്യമാണ് ആവശ്യം, അതോടെ ഞങ്ങളുടെ ഭാഗതയും തെളിയുകയാണ്. മദീനേ കെ ശാമോ സഹർ ചാഹിയേ,
മദീനയുടെ സന്ധ്യയെ ഞങ്ങൾക്ക് ലഭിക്കണം അല്ലാഹുവേ. അതോടൊപ്പം മദീനയുടെ അർദ്ധരാത്രി അവസാനിക്കുന്ന നേരത്തുള്ള രാത്രിയുടെ അന്ത്യയാമവും ഞങ്ങൾക്ക് ലഭിക്കണം. അഹ്സനോ അജ്മൽ, ഏറ്റവും ഉത്തമരേ ഉത്കൃഷ്ടരേ, അഹ്മദേ മുർസൽ, മുർസലായ അഹ്മദേ, സാഹിബേ മഹ്ശർ, വിചാരണ നാളിന്റെ ശുപാർശയുടെ ഉടമസ്ഥനെ, സാഖിയേ കൗസർ, ഹൗദുൽ കൗസർ കുടിപ്പിക്കുന്നവരെ, ഖുൽഖേ ഖലീലി, ഇബ്രാഹിം എന്ന ഖലീലിന്റെ സ്വഭാവത്തിന്റെ ഉടമസ്ഥനെ, ശമ്മേ കലീമി, കലീം എന്ന മൂസയുടെ ദീപമേ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുസമ്മിൽ മുദ്ദസിർ, ഖുർആൻ വിശേഷിപ്പിച്ച മുസമ്മിലും മുദ്ദസിറുമായ അൽ മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സാബിറോ ഷാകിർ, നന്ദി കാണിക്കുന്നവരും ക്ഷമയും സഹനവും അവലംബിക്കുന്നവരുമായ പരിശുദ്ധ നബി മുസ്തഫ സല്ലല്ലാഹു അലാ മുഹമ്മദ്. തുഹുബ്ബേ നബിയിലേക്ക് തൈബാക്കു ചൽ, നീ നബിയുടെ സ്നേഹവുമായിട്ട് മദീനയിലേക്ക് പോ. തുഹുബ്ബേ നബിയിലേക്ക് തൈബാക്കു ചൽ. കാശുണ്ടായ മദീനത്താർക്കും പോവാം, പക്ഷെ അവിടെ ചെന്നിട്ട് യഥാർത്ഥത്തിൽ പോയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരാളായിട്ട്, ഒരു അനുയായിയായിട്ട് അവിടുത്തെ കാൽക്കൽ നിന്നിട്ട് മടങ്ങുന്ന ഒരാളുണ്ടല്ലോ, അത് വേറെ തന്നെയാണ്. തുഹുബ്ബേ നബിയിലേക്ക് തൈബാ കോ ചൽ, അഗർ തുജ്കോ സാദേ സഫർ ചാഹിയേ, യാത്രയിൽ കൊണ്ടുപോകേണ്ട വല്ല പാഥേയവും നീ ഉദ്ദേശിക്കുന്നുവെങ്കിൽ മുഹമ്മദുർ റസൂലുള്ളാഹിന്റെ സ്നേഹത്തെ പാഥേയമാക്കിയിട്ട് പോ. കലീം അബ് കിസി ശേ കെ ഹാജത്ത് നഹി, മറ്റൊന്നും നമുക്ക് ആവശ്യമില്ല. മദീനെ കി ജാനിബ് സഫർ ചാഹിയേ, മദീനയിലേക്കുള്ള യാത്രയിൽ പ്രവാചക സ്നേഹം മാത്രം മതി. മദീനെ കെ ജാനിബ് സഫർ ചാഹിയേ, മദീനെ കെ ജാനിബ് സഫർ ചാഹിയേ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. जब रंग पर है बहारे मदी